നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. അത്യന്തം ഭീതിതമായ ഒരു വിഷയമാണ് ഇന്ന് പൊതുവേദിക്ക് കേരളത്തിലെ കാടിനോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യർ ആശങ്കയിലാണ് കഴിയുന്നത്. എല്ലാ ആഴ്ചയും മിക്കവാറും ദിവസങ്ങളിലൊക്കെയും കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയതിൻ്റെ വാർത്തകൾ നമുക്ക് നൽകേണ്ടി വരുന്നുണ്ട്. പലപ്പോഴും മനുഷ്യർക്ക് നേരെ വലിയ അതിക്രമങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു സ്ത്രീ, സാധാരണക്കാരിയായ ഒരു സ്ത്രീ ഇന്നിപ്പോൾ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കടുവ കൊന്നുവെന്ന് മാത്രമല്ല, ഒരു മനുഷ്യ സ്ത്രീയെയാണ് ഭക്ഷിക്കുക കൂടി ചെയ്തിരിക്കുന്നത്. അത്രത്തോളം ഭീതിയിലാണ് ജനങ്ങൾ നിൽക്കുന്നത്. വയനാട്ടിലെ ഏതെങ്കിലും ഒരു മേഖലയുടെ മാത്രം അവസ്ഥയല്ല, പല മേഖലയുടെയും അവസ്ഥ ഇതുതന്നെയാണ്. നിരന്തരം പുലി ഇറങ്ങുന്ന വാർത്തകൾ, നിരന്തരം കടുവകൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന വാർത്തകൾ, അതോടൊപ്പം തന്നെ ആന ഇറങ്ങുന്ന വാർത്തകൾ, ഇതോടൊപ്പം തന്നെ മറ്റ് വാർത്ത വായിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കൗതുകത്തിലോ അല്ലെങ്കിൽ അതിനപ്പുറത്തെ ഒരു ചെറിയ വികാരത്തിലോ ഒതുങ്ങാം. പക്ഷേ ആ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ അവസ്ഥ അതല്ല. സന്ധ്യയായാൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ, ഒറ്റയ്ക്ക് പകൽ പോലും പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥ. മഹാഭൂരിപക്ഷം പേരും തോട്ടങ്ങളിൽ പണിയെടുക്കുന്നവരോ കാട്ടിൽ നിന്ന് വിഭവങ്ങൾ ശേഖരിക്കുന്നവരോ സാധാരണ കൃഷിപ്പണിയെടുക്കുന്നവരോ ഒക്കെയാണ്. ആ മനുഷ്യരുടെ ജീവനാണ് ഒരു വിലയും കൽപ്പിക്കാതെ ഇന്നിപ്പോൾ നിരന്തരം ആക്രമണങ്ങൾ, വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിന് ഒരു പരിഹാരം വേണ്ടേ? എത്രയോ കാലമായി ഉയരുന്ന വിലാപമാണ്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. നരഭോജികളിൽ നിന്ന് മനുഷ്യന് രക്ഷ വേണ്ടേ? അഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിളിക്കുന്നത്. ശ്രീ അഹമ്മദ്, നിരന്തരം നമ്മൾ ഇത്തരം വാർത്തകൾ നൽകേണ്ടി വരികയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ സങ്കടമോ ഭീതിയോ ഒക്കെയാണ് ഈ നാട്ടിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർക്ക്. പ്രത്യേകിച്ച് ഇത്തരം കാടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർക്ക് പുറത്തിറങ്ങിയാൽ അവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാർക്ക് ജീവൻ തിരികെ കിട്ടുമോ എന്നുള്ള ഭയത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇനിയെങ്കിലും ഇതിന് ഒരു പരിഹാരം വേണ്ടേ? നമസ്കാരം. ഇതിന് പരിഹാരം കാണുന്ന കേരള ഗവൺമെന്റ് കേന്ദ്രം കൂടി അടിയന്തരമായ ഒരു പരിഹാരം കാണും. കേരള ഗവൺമെന്റ് മാത്രം വിചാരിച്ചാലേ നടക്കില്ല. അതിന് ആ നാട്ടുകാരനായ ഒരു MP വേണം, മലയാളം അറിയാന്ന്. ഇതിനൊക്കെ ചെയ്യാതെ പ്രവർത്തിക്കുന്ന ഒരു MP ആ നാട്ടിൽ വേണം. ഇല്ലാത്തൊരു കുറവാടുണ്ട്. ജനങ്ങളുടെ ഹൃദയം തൊട്ട് അറിയുന്ന ഒരു MP വയനാട്ടിൽ വേണം. അതില്ലാത്തൊരു കുറവാടുണ്ട്. വയനാട്ടിൽ ഒരു MP യുടെ മാത്രം വിഷയമല്ല ഇത്. എത്രയോ കാലമായി ഈ ഭരണ സംവിധാനങ്ങളൊക്കെ MP ഉള്ളതുകൊണ്ട് മാത്രം നടക്കില്ല. ഇതാരോട് പറയാനായത്? ഒരു MP നാട്ടിൽ വേണ്ടേ? നാട്ടിലുള്ള ഇതറിയണ്ടേ? അതെ, സ്വാഭാവികമായും MP ആയാലും MLA ആയാലും മറ്റ് ഭരണ സംവിധാനങ്ങളായാലും എല്ലാം, കേന്ദ്ര ഭരണമായാലും സംസ്ഥാന ഭരണമായാലും എല്ലാം, ഇവരെല്ലാവരും അതീവ ജാഗ്രതയോടുകൂടി കാണേണ്ട, അതീവ ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയം തന്നെയാണ്. കണ്ടില്ലേ കടുവ വലിച്ചുകൊണ്ട് മനുഷ്യന്റെ ദേഹം സങ്കടം തോന്നുന്നുണ്ട്. ശരി, നമുക്ക് മറ്റ് പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശരത്താണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ശരത്ത്, നിരന്തരം ഇത്തരം വാർത്തകൾ നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തിരിക്കുമ്പോൾ താങ്കൾ എവിടെയാണ്? സിറ്റിയിലാണോ അതോ ഈ മലയോര മേഖലയിൽ എവിടെയെങ്കിലും ആണോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ തരത്തിലേക്ക് ചിലപ്പോൾ അത് നമ്മളെ നേരിട്ട് ബാധിക്കുന്നില്ലായിരിക്കും. പക്ഷേ ഈ കാടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അവരുടെ ജീവൻ ഓരോ ദിവസവും ഭീതിയിൽ കഴിയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഈ യുദ്ധത്തിലൊക്കെ നിൽക്കുന്ന മനുഷ്യരെ പോലെയാണ്. ഏത് സമയത്തും അവർക്ക് നേരെ അതിക്രമം ഉണ്ടാവാം, മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവാം, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ. എന്താണ് ഇതിനൊരു പരിഹാരം? ഇതിപ്പോ ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് പാലോട് പെരിങ്ങമല, അത് അങ്ങോട്ട് ഉൾഭാഗങ്ങളിലൊക്കെ പോലത്തെ പ്രദേശങ്ങളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പല സ്ഥലങ്ങളിലും മൃഗങ്ങൾ ഇറങ്ങി തുടങ്ങുന്നുണ്ട്. ആക്രമിക്കുന്ന ആന, പുലി, കടുവ, മറ്റുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവുന്നുണ്ട്. കാരണം ഈ കൃഷിയും വനമേഖലയും കൂടെ ഒക്കെ അടുപ്പിച്ച് വരുന്നതും അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് എന്റെ അഭിപ്രായം. കൃഷി സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് പോകുമ്പോൾ വനാന്തര മേഖലയാണെങ്കിൽ പെട്ടെന്നുള്ള ആക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. പിന്നെയും കാട് വെട്ടിത്തെളിക്കുക എന്ന് പറയുന്ന ഏർപ്പാടും മരങ്ങളൊക്കെ വെട്ടിമാറ്റുന്നതും മറ്റുള്ള പല പ്രശ്നങ്ങളും കാരണവും മൃഗങ്ങൾ ഇറങ്ങി വരാം. പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന മൃഗങ്ങൾ, ഭക്ഷണം അന്വേഷിച്ച് വരുന്ന മൃഗങ്ങളും ഉണ്ടാവാം.
ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്നും. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, കായംകുളത്ത് ജീവിക്കുന്ന താങ്കൾക്ക് സ്വാഭാവികമായും അത്ര ഒരു ഭീതിയുടെ കാര്യമില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ വനാതിർത്തിയിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരില്ലേ, അവർ സത്യം പറഞ്ഞാൽ എത്രത്തോളം ഭയത്തോടു കൂടിയാണ് അവർക്ക് ജീവിക്കേണ്ടി വരുന്നത്. കടുവ ഇറങ്ങി അവരുടെ ജീവൻ കവരുമോ? ആന ഇറങ്ങി ഏത് സമയത്തും രാത്രിയിലോ അല്ലെങ്കിൽ പകൽ പോലും, ഇപ്പോൾ പകലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭീതിയിൽ നിൽക്കുമ്പോൾ അവരുടെ ഭീതിക്ക് ഒരു പരിഹാരം കാണണ്ടേ? നമസ്കാരം കിരൺ. നമസ്കാരം. കുറച്ച് ദിവസമായില്ല കണ്ടിട്ട്. മനു ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ശരി. ഇവിടെ ഞങ്ങൾക്ക് നാൽക്കാലികളെ പേടിക്കണ്ട, ഇരുകാലികളെ മാത്രം പേടിച്ചാൽ മതി. അതെ, അതും ശരിയാണ്. നാൽക്കാലികളെക്കാൾ ക്രൂരന്മാരായ ഇരുകാലികളുണ്ട് നാട്ടിൽ. ഉണ്ട്, അവരെ പേടിച്ചാൽ മതി. അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഭരണത്തിന്റെ തകരാറാണിത്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്ടില് ഇങ്ങനെ ഒരു സംഭവങ്ങളെ ഉണ്ടാകുന്നില്ല. ഞാനിപ്പം ഇത് ഈ മാസത്തെ മരണം ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. ഇതിപ്പോ 6ാമത്തതാണ്. ഇന്ന് 24ആയി. 24 വന്യമൃഗ കൊല എന്ന് പറയുമ്പോൾ 6ാമത്തതാണ്. നമ്മുടെ ഈ കാട്ടില് കേരളത്തിലെ സിംഹം എന്ന് പറയുന്ന ഒരു മൃഗം ഇല്ലയോ? ഇല്ല. ഇന്ന് വരെ ഒരു പെറ്റി കേസ് അതിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല. ഇല്ല, നമ്മുടെ നാട്ടിൽ സിംഹങ്ങളില്ല. ഗുജറാത്തിലെ ഗീർ വനത്തിലൊക്കെയാണ് സിംഹങ്ങളുള്ളത്. നമ്മുടെ നാട്ടിലെ കടുവകളും പുലികളും ഒക്കെയാണ് ഉള്ളത്. അപ്പൊ ഇത് ജനങ്ങളെ ഇടിച്ചു പിരിഞ്ഞെടുക്കുന്ന നികുതി പണം ഇവർക്ക് ദൂരത്തിന് പോലും തികയുന്നില്ല. പിന്നെ എങ്ങനെ ജനങ്ങളെ രക്ഷിക്കും? തമിഴ്നാട്ടിൽ ഒരറ്റം മുതൽ ഒരറ്റം വരെയും ഈ മൃഗങ്ങൾ വന്നാൽ പെട്ടെന്ന് അറിയാവുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എവിടുന്നെങ്കിലും പൊട്ടിപ്പുറപ്പെട്ട ഒരു മന്ത്രി വരും. ആ മന്ത്രി വന്ന് ചാക്ക് കണക്കിന് വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അവരവരുടെ പോക്കിന് പോകും. എന്തെങ്കിലും നടക്കുന്നുണ്ടോ? താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മൃഗങ്ങൾ നാട്ടിലിറങ്ങിയാൽ ആരെങ്കിലും ആക്രമണം നേരിടുമ്പോഴതിന് ശേഷമാണ് സാധാരണഗതിയിൽ അറിയുന്നത് തന്നെ. അത് മുൻകൂട്ടി അറിയാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നാണക്കേട് കൂടിയാണ് ഈ പുതിയ കാലത്തൊക്കെ. ശ്രീ അഹമ്മദ് ബാവയാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ അഹമ്മദ് ബാവ, താങ്കൾ ജീവിക്കുന്ന സ്ഥലം എങ്ങനെയാണ്? ഈ വനാതിർത്തിയോട് ചേർന്ന സ്ഥലമാണോ അതോ നഗരവും ഗ്രാമമൊക്കെ ആണോ? നമസ്കാരം. നമസ്കാരം. ഞാൻ വിളിക്കുന്നത് മലപ്പുറത്താണെങ്കിലും ഇപ്പൊ വയനാട്ടിൽ ജനിച്ച് വളർന്ന് വനത്തിനോട് ചാരി ആദിവാസികളോട് ബന്ധപ്പെട്ട് അവിടെ പഠിച്ച് ഒക്കെ പോന്നിട്ട് മലപ്പുറത്തേക്ക് ഇങ്ങോട്ട് പോകുന്നതാണ്. ശരി, വയനാട് എവിടെയായിരുന്നു താങ്കൾ? ഞാൻ തേറ്റമല എന്ന് പറയും, ടി എസ്റ്റേറ്റ് ഉള്ളതാണ്. വയനാടിന്റെ ഒരു ഭാഗത്ത് കൂടി പോയ 12 കിലോമീറ്ററും. താങ്കളുടെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ താങ്കൾ അവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഈ ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടോ? ആനയുടെ ഞങ്ങളുടെ ആ ഭാഗത്ത് ആനയുടെ ഉപദ്രവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ കടുവയും പുലിയും ഒക്കെ വന്നിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് ചോദിച്ചാല്, കാടിന്റെ മക്കളെ നമ്മൾ കാട് ഏൽപ്പിക്കുന്നില്ല. കാടിന്റെ മക്കളെന്ന് ഞാൻ പറഞ്ഞത് ഈ ആദിവാസികളെയാണ്. ആദിവാസി സമൂഹത്തിന് ഈ കാടിന്റെ അവർക്ക് വേണ്ട ഇനി വേണമെങ്കിൽ ഒരു ഇതിനും കൂടി പരിശീലനം കൂടി കൊടുത്തിട്ട് കാടിനെ ശ്രദ്ധിക്കാനും കാട്ടിലെ മൃഗങ്ങളെ ശ്രദ്ധിക്കാനും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് ഇത്രത്തോളം അപകടകരമായ ഒരു ഇതിലേക്ക് എത്തില്ലായിരുന്നു. എന്റെ ചെറുപ്പത്തിലൊന്നും ഇപ്പൊ അങ്ങനെയുള്ള ഒരു സൗകര്യങ്ങളും ഇന്നിപ്പോ ഡിജിറ്റലുമായിട്ട് നമ്മൾ ഉയർന്നു പൊങ്ങുകയാണ്. അപ്പോ ഒന്നിനും നേരമില്ലാതെ ഒന്നിനും സമയമില്ലാതെ നമ്മൾ വരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ ഇപ്പൊ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഉള്ള ഒരു MP വേണമെന്ന്. പാർലമെന്റ് നടക്കുമ്പോ MP അവിടെ ഉണ്ടാവില്ലോ, ആ സമയത്ത് കടുവ ഇറങ്ങൂലേ? അങ്ങനെ പറഞ്ഞതല്ല അദ്ദേഹം പറഞ്ഞത്. MP-മാരുടെ ഭാഗത്തു നിന്നാലും എല്ലാവരുടെയും ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ വേണം. അത് പ്രധാനമല്ലേ? തീർച്ചയായിട്ടും വേണം. ഇന്നിപ്പോ എന്ത് ദാരുണമാണ് അത്. നമ്മള് ദൃശ്യങ്ങൾ നിങ്ങൾ കാണിക്കുന്നില്ലെങ്കിലും നമ്മൾ അത് നിങ്ങൾ എഴുതി കാണിക്കുന്നത് വായിക്കുമ്പോ നമ്മൾ അത്തരം ദൃശ്യങ്ങൾ കാണിക്കുന്നതിന് നമുക്ക് പരിമിതിയുണ്ട്. അത് കാണിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ചാനലുകൾ ആ ദൃശ്യങ്ങൾ കാണിക്കാത്തത്. കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിതി എന്താവുന്നാണ് ഞാൻ ചോദിച്ചത്. ഇനിയിപ്പൊ ആ കുടുംബത്തിന് ഒരു 11 ലക്ഷം രൂപ അത് കൊടുക്കുന്നെങ്കിൽ എന്തൊക്കെ നൂലാമാലകൾ ഉണ്ടാവും നമ്മളെ നിയമത്തിന്റെ വശം. ശരിയാണ് താങ്കൾ പറഞ്ഞത്. എന്തായാലും അവരുടെ ജീവിതം പ്രധാനം തന്നെയാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും ചേരുന്നത്. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ കാടിനോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരുടെയൊക്കെ അവരെല്ലാ ദിവസവും ഇങ്ങനെ ആശങ്കയിൽ കഴിയുക എന്ന് പറഞ്ഞാൽ, എല്ലാ ദിവസവും ഭീതിയിൽ കഴിയുക, അവർക്ക് സ്വസ്ഥമായൊന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ, എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? അപ്പോ ഇത് അവർക്ക് കൃത്യമായിട്ടുള്ള ജീവൻ കിട്ടണം. അവർക്ക് കൃത്യമായിട്ടുള്ള ജീവൻ കിട്ടണം. ആർക്ക്? നാട്ടിലുള്ള ആൾക്കാർക്ക്. പിന്നെ ആക്രമിക്കപ്പെടുന്ന, അതായത് അക്രമം ഉണ്ടാക്കുന്ന
ജീവികളെ എല്ലാത്തിനും വംശനാശം വരുത്താത്ത രീതിയിൽ അവരെ ഒഴിവാക്കണം. അതായത് അവരെ വംശനാശം വരുത്തിയ വരുന്ന തലമുറക്ക് ഏതാണ് സിംഹം ഏതാണ് ഒട്ടകം എന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അപ്പോ ഈ അക്രമത്തിന് അതിന് ഒരു MP MLA ചെന്നുകാണ്ട് ആക്രമിക്കണ്ടെന്ന് പറയാനൊന്നും പറ്റൂല. അതിനിപ്പോ കായംകുളത്തുകാരൻ പറഞ്ഞു നികുതിപ്പണം എന്ന് പറഞ്ഞു. അഞ്ഞ് നികുതിപ്പണം കായംകുളത്തിലോ ഞാനും ഒന്നും അടക്കണ്ട. എന്നാലും പിന്നെ അവിടെ നരിയൊന്ന് അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. നീ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ ഈ ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കുമ്പോൾ അവർ അതിന്റെ ഉത്തരവാദിത്തം കാണിക്കണ്ടേ? ആ ഒരു സ്വാഭാവികമായ രോഷം പ്രകടിപ്പിച്ചാണ്. കൊടുക്കുമല്ലോ, 5 ലക്ഷം ഉറുപ്പ്യ കൊടുക്കുമല്ലോ. അങ്ങനെയല്ലല്ലോ, ഒരാൾക്ക് മരണമടഞ്ഞ ശേഷം 5 ലക്ഷം രൂപ കൊടുക്കാമല്ലോ. ഈ മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ, മനുഷ്യരെ സംരക്ഷിക്കാൻ എന്തെങ്കിലും സംവിധാനങ്ങൾ വേണ്ടേ? അതിന് വെടിവെക്കാനുള്ള ഉത്തരവ് ഇപ്പൊ കൊടുത്തില്ലേ സാറേ? അത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട ശേഷമല്ലേ ഒരു കടുവയോ അല്ലെങ്കിൽ ആനയോ നാട്ടിലേക്ക് ഇറങ്ങിയാൽ അത് ആ സമയത്ത് തന്നെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളൊക്കെ ഈ നാട്ടിലില്ലേ? ആ സംവിധാനങ്ങളൊക്കെ ഒരുക്കണ്ടേ? അതിപ്പോ നേരത്തെ പറഞ്ഞ ആള്, ഡിജിറ്റൽ പറഞ്ഞ ആള്, അതിനൊരു സംവിധാനം ഉണ്ടാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാനും. മനുഷ്യൻ മരിച്ചു പോകരുത് അവരാണ്, അതിനാണ് എന്റെ അഭിപ്രായം. ശരി, ഗവൺമെന്റ് കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. അത് കേന്ദ്ര ഗവൺമെന്റ് കൂടി ചെയ്യേണ്ട. ശരി. ശ്രീ ഷാനൂറാണ് കൊല്ലത്ത് നിന്ന് വിളിക്കുന്നത്. ശ്രീ ഷാനൂർ, താങ്കൾ എങ്ങനെയാണ്? കൊല്ലത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ആ തരത്തിലേക്ക് ഒരു ഭയം വേണ്ട. പക്ഷേ മലയോര പ്രദേശത്ത് ജീവിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ കാടിനോട് ചേർന്ന പ്രദേശത്തൊക്കെ ജീവിക്കുന്ന മനുഷ്യരുടെ ഭീതി, അത് നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല. അത്രത്തോളം ഭീതിയോടുകൂടിയാണ് ഇവർ കഴിയുന്നത്. ഏത് സമയത്താണ് തങ്ങളുടെ ജീവന്, തങ്ങളുടെ ഉറ്റവരുടെ ജീവന് അപകടമുണ്ടാകുന്നത് എന്നറിയാതെ. അതിന് ഒരു അറുതി വേണ്ടേ? വേണം. നമസ്കാരം. നമസ്കാരം. അപ്പോഴേ ഞാൻ കൊല്ലത്ത് ഇതില്ലെങ്കിൽ പോലും കൊല്ലത്ത് കുറെ സ്ഥലങ്ങളുണ്ട് കാടുമായിട്ട് ബന്ധപ്പെട്ട്. എന്റെ ജില്ലയുടെ താങ്കൾ പക്ഷേ ടൗണുമായി ബന്ധപ്പെട്ട സ്ഥലത്തല്ലേ താമസം? ഞാൻ ടൗണുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഇതിനകത്ത് കിരൺ പ്രത്യേക ഒരു കാര്യം ചെയ്യേണ്ടുള്ളത്, നമ്മളുടെ സർക്കാരിന്റെ ഒരു ഉദാസീനത ഇതിനകത്തുണ്ട്. ഇപ്പൊ എവിടെയെങ്കിലും ഒരു മരണം നടക്കുമ്പോൾ, ഇതുപോലെ തന്നെ ഏതെങ്കിലും വന്യമൃഗങ്ങൾ ആരെങ്കിലും ഒക്കെ കുത്തി കൊല്ലുമ്പോൾ സർക്കാർ ആ സമയത്താണ് വരുന്നത്. ഇതിനൊരു പ്രിക്കോഷൻ ഒന്നും ഇല്ല. സത്യത്തിൽ വന്ന് ജനങ്ങളെ ഒന്ന് തണുപ്പിക്കുവാൻ വേണ്ടി 10-11 ലക്ഷം രൂപ പറയും. പൈസയുടേതല്ല. ഇവിടെ രാധയെന്ന് പറഞ്ഞ ആ സ്ത്രീ ആ വീട്ടിൽ, ആ കുടുംബത്തിന്റെ ആശ്രയമാണ്. ഒരമ്മ നമുക്കറിയാം വീട്ടിൽ ആശ്രയമാണെന്ന്. പക്ഷെ സർക്കാർ ഇത് പ്രഖ്യാപിച്ചിട്ട് പോകുന്നതല്ലാതെ ഒരു പ്രിക്കോഷനും എടുക്കുന്നില്ല. സത്യത്തിൽ സർക്കാർ ചെയ്യേണ്ടുള്ളത് എങ്ങനെയാണോ ഇതിന് പരിഹാരം വേണ്ടത് ആ രീതിയിൽ പരിഹരിക്കണം. 2, ഇതിന്റെ മന്ത്രി ബഹുമാനീയനായ ശശീന്ദ്രൻ അവർകൾ ഇതുമായിട്ട് യാതൊരുവിധ കാര്യങ്ങളോ മനസ്സിലാക്കുന്ന ഒരാളല്ല. ഇപ്പൊ തന്നെ 5 ലക്ഷം രൂപ കേളു പറയുന്ന 5 ലക്ഷം രൂപ ഇന്ന് തന്നെ വൈകിട്ട് കൈമാറുന്നു. അങ്ങനെ കൈമാറിയിട്ട് എന്താ? ആ വീട്ടുകാർക്ക് അവരുടെ പ്രിയപ്പെട്ട അമ്മയെ നഷ്ടപ്പെട്ടു, രാധയെ. ആ നഷ്ടപ്പെട്ടവർക്ക് ഈ പൈസ കൊടുത്താൽ എല്ലാം ആവും. ഇല്ല. പക്ഷെ ഗവൺമെന്റ് നോക്കേണ്ടത്, അല്ലെങ്കിൽ മന്ത്രിമാരോ അധികാരികളോ അവിടെ നിന്ന് പോയി ഒരു 2 ദിവസം അവർക്ക് താമസിക്കാൻ പറ്റുമോ? അവർ താമസിക്കത്തില്ല. അവർക്ക് താമസിച്ചാൽ അവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ്. അപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ സത്യത്തിൽ ഇത് കാടിന്റെ മക്കളെ കാടേൽപ്പിക്കുക. അവർക്ക് വനം കൃത്യമായി സൂക്ഷിക്കുവാൻ അറിയാം. അത് താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ഷാനൂർ. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. ശ്രീ രവീന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് ഈ ഇത്തരം വിഷയത്തെ, ഒരു ജനങ്ങൾ ഭീതിയോടുകൂടി കഴിയേണ്ടി വരുന്ന അവസ്ഥ, ജീവന് പോലും ഭയം വരുന്ന ഒരവസ്ഥ, കൃഷിയുടെ അവസ്ഥയാണെങ്കിൽ അതിനേക്കാളും മോശമാണ്. ഏത് സമയത്താണ് വന്യമൃഗങ്ങൾ വന്ന് കൃഷി നശിപ്പിക്കുക എന്നറിയാൻ വയ്യാത്ത ഒരു അവസ്ഥ. എങ്ങനെയാണ് നമ്മൾ ഇതിനെ നേരിടേണ്ടത്? ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്. പറഞ്ഞു. ഇതിനകത്ത് പറയാനുള്ളത് കാട്ടിൽ തന്നെയല്ല. ഇപ്പൊ മുമ്പ് ഒരു പാർട്ടി എന്നോട് ചോദിച്ചു സിംഹം ഉണ്ടോന്ന് ചോദിച്ചു. കാട്ടിൽ നമ്മുടെ കാട്ടിൽ സിംഹമൊന്നുമില്ല. നമ്മുടെ കാട്ടിലില്ല സേവികരണ, ഈ നാട്ടിലുണ്ട് സിംഹം. 3 പേരെയൊക്കെ ഒറ്റയടിക്ക് കൊല്ലുന്ന സിംഹങ്ങളാണ് നമ്മുടെ നാട്ടിൽ. ഒരാളെ കൊല്ലാറാക്കി എത്തിക്കുന്നത്. ഈ മൃഗങ്ങളെക്കാൾ ക്രൂരന്മാരായ ചില ഇരുകാലികളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അയ്യോ നമ്മുടെ കേരളം എങ്ങനെ ആയിപ്പോയെന്നുള്ള ഇപ്പൊ കൈ തലേ വെച്ച് നോക്കുക. ഇതെന്നാ ഇങ്ങനെ ആയിപ്പോയെന്നുള്ളതിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല. കാട്ടിലെ പോത്തും ആനയും പുലിയും കടുവ, നാട്ടിലാണ് അതിനപ്പുറം കൊലപാതകങ്ങളും ബലാത്സംഗവും പിടിച്ചുപറി. ഇത് തന്നെ ചെയ്യേണ്ടതെന്ന് നമ്മൾ കേരള സർക്കാരിനെയോ കേന്ദ്ര സർക്കാരിനെയോ കോടതിയിലെയോ പോലീസിനെയോ കൊണ്ട് നാട്ടിൽ ജനങ്ങൾ മുഴുവൻ ഇറങ്ങണം. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടിനെതിരെ ഇറങ്ങിയാലും നമ്മളെല്ലാം കൂടെ ഇറങ്ങണം. ഇറങ്ങിയിട്ടുണ്ടല്ലോ ഈ ഇങ്ങനെയുള്ളവന്മാരെയും കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് നാട്ടിലിറങ്ങി, കാട്ടിൽ കയറില്ല, കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് നാട്ടിലിറങ്ങി വരുന്ന നമ്മളെ ഉപദ്രവിക്കുന്നതിനെ മുഴുവൻ വെടിവെച്ച് കൊല്ലണം. അതിനെ തടയാൻ വരുന്ന ആരാണോ അവരെ നോക്കരുത്. കൂണ്ടോ അങ്ങോട്ട് കൂർപ്പിക്കണം. അല്ല കിരണം,
ശ്രീ രവീന്ദ്രൻ, എന്തായാലും സ്വാഭാവികമായും താങ്കളുടെ രോഷം മനസ്സിലാവുന്നു. പക്ഷേ നമ്മുടെ നിയമത്തിൻ്റെ പരിമിതി വെച്ചുകൊണ്ട് അങ്ങനെ വെടിവെച്ച് കൊല്ലുന്നതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അത് മറ്റേ ചില മൃഗങ്ങളെ അനധികൃതമായി വെടിവെച്ച് കൊന്ന് അതിനെ ഭക്ഷിക്കുകയും അതിനെ വിൽക്കുകയൊക്കെ ചെയ്യുന്നതിനെതിരായി ഉണ്ടാക്കിയ നിയമമാണ്. പക്ഷേ അത് ചില സമയത്തൊക്കെ ഇത്തരം ഘട്ടത്തിൽ നമുക്ക് തിരിച്ചടിയാവുകയും ചെയ്യുന്നുണ്ട്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു ജനത ഇങ്ങനെ ഭയത്തിൽ ഭീതിയിൽ കഴിയേണ്ടി വരുന്ന മനുഷ്യർ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ പ്രശ്നം എന്ന് വെച്ചാല് ഇപ്പൊ രാഷ്ട്രീയമല്ല കാണേണ്ടത്. കാരണം വയനാട്ടിലെ MP പിന്നെ അവിടെ മലയാളം അറിയുന്ന MP വേണമെന്നൊരു പ്രശ്നം പറഞ്ഞു. ഇടുക്കിയിലും മലയാളം അറിയുന്ന ഒരു MP അല്ലേ ഉള്ളത്? ഇടുക്കിയിൽ സംഭവിച്ചിട്ടില്ലേ? ഒരു പ്രേക്ഷകർ അങ്ങനെ പറഞ്ഞു വന്നേ ഉള്ളൂ. ഒരു രാഷ്ട്രീയ താല്പര്യം കുറിച്ച് പറയുന്നത് MP മലയാളം അറിയത്തില്ലെന്ന് അനുസരിച്ചല്ലോ ആന വരുന്നതും പുലി വരുന്നതൊന്നും. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഈ മലയാളം അറിയുന്ന ഒരു MP വേണമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞത്. ഇടുക്കിയിൽ എന്താ മലയാളം അറിയുന്ന MP അല്ലേ? എന്നിട്ടും ആന വന്ന് ചവിട്ടി കൊല്ലുന്നില്ലേ? അതല്ല ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞുള്ള നമ്മളെ പ്രജീഷ് അവിടെ മരിച്ചിട്ട് കടുവ പിടിച്ചിട്ട് മരിച്ചതാണ്. അന്ന് അവിടെ പറഞ്ഞത് ഫെൻസിങ്ങിന്റെ ആണ്. അന്ന് അവർ നഷ്ടപരിഹാരം വേണ്ട, അവിടെ ഒരു റോഡ് വേണമെന്ന് പറഞ്ഞു. ആ റോഡിന്റെ അവസ്ഥ ഇന്ന് വരെ ആയിട്ടില്ല. ഇതിന് തന്നെ 35 ലക്ഷം രൂപ ഫെൻസിങ്ങിന് അനുവദിച്ചു എന്ന് പറഞ്ഞു. ഈ അനുവദിച്ചത് നടപടി നടന്നിട്ടില്ല. അപ്പൊ കേന്ദ്ര സർക്കാരിന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം. എന്നിട്ട് വേണം മറ്റു സർക്കാരിന് കുറ്റം പറയാം. അപ്പോ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഒന്നിക്കും. ഈ കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാൻ പാടില്ല. പിന്നെ എനിക്ക് വേറൊന്ന് പറയാനുള്ളത്, ഈ കടുവ ഒരുപാടുണ്ട്. ആ ഒരുപാട് ഉള്ള കടുവേരെ ദേശീയ മൃഗം എന്ന ലിസ്റ്റ് മാറ്റി ചിമ്പൻസീനെയോ അങ്ങനത്തെ എന്തെങ്കിലും ദേശീയ മൃഗമാക്കി മാറ്റണമേ. ബാക്കി ഈനെ അങ്ങ് തട്ടിക്കളാ എന്നിട്ട്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ അതിനെ അനുവദിക്കുന്നില്ല തരത്തിലേക്ക്. അങ്ങനെ എല്ലാത്തിനെയും തട്ടിക്കളയുക എന്നുള്ളതൊരു പരിഹാരവും അല്ല. ശ്രീമതി വത്സരയാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? തിരുവനന്തപുരത്ത് കരമന. ഓക്കെ. അപ്പോൾ കരമനയിൽ നിൽക്കുന്ന നമുക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വന്യമൃഗങ്ങളെ സംബന്ധിച്ച് ഭീതി വേണ്ട. പക്ഷേ ഈ മലയോരത്തൊക്കെ താമസിക്കുന്ന, കാടിനോട് ചേർന്ന് താമസിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ അതല്ലല്ലോ. എങ്ങനെയാണ് അവരുടെ ഭീതിയോട് നമ്മൾ ഐക്യപ്പെടുന്നത്? അതാണ് നമ്മളെ പോലെ തന്നെ അവർക്കും കാട്ടിന്റെ അടുത്ത് താമസിക്കാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് അവർ താമസിക്കും. പക്ഷെ കാട് നന്നായിട്ട് സംരക്ഷിച്ച മൃഗങ്ങളാരും നാട്ടിൽ വരൂല. കാട് വേണം ആദ്യം സംരക്ഷിക്കേണ്ടത്. അത് ഒരു പ്രധാനപ്പെട്ട വസ്തു തന്നെയാണ്. മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് അത്തരം കാരണങ്ങൾ കൂടിയുണ്ട്. അതാണ് പ്രധാന കാര്യം. അവരവിടെ ജീവിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വരേണ്ട കാര്യം ഇല്ലല്ലോ. അപ്പൊ കാട് ആദ്യം സംരക്ഷിക്കണം. ആനകൾ വരണു, അവർ മരിക്കുന്നത് സങ്കടം തന്നെ. മനുഷ്യർ മരിക്കും പോലെ തന്നെ അവർക്കും അവരുടെ കുടുംബം. അതുകൊണ്ട് ആദ്യം കാട് സംരക്ഷിക്കാനുള്ള നിയമം നടപ്പിലാക്കി. കാട് സംരക്ഷിച്ച അവരിങ്ങോട്ടും വരില്ല, മനുഷ്യർക്ക് കഷ്ടപ്പാടും വരില്ല. ശ്രീ തിലകനാണ്, തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ തിലകൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പലപ്പോഴും വന്യജീവികൾ നാട്ടിലിറങ്ങി ആരെങ്കിലും കൊന്ന ശേഷം അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിച്ച ശേഷമാണ് ഈ ജീവി ഇറങ്ങി എന്ന വിഷയം പോലും പലപ്പോഴും അറിയുന്നത്. ഈ പുതിയ കാലത്തും ഈ ജീവികളൊക്കെ നാട്ടിലേക്ക് വന്നാൽ അത് കണ്ടെത്താനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലേ നമ്മുടെ നാട്ടിലെ സംവിധാനത്തിന്? തീർച്ചയായിട്ടും. നമസ്കാരം സാറേ. ഇതെന്തായാലും നമ്മൾ ആ വീട്ടുകാരന്റെ ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ അഭികാമം. ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് വലിയ രോഷമോ അല്ലെങ്കിൽ വിയോജിപ്പോ പ്രകടിപ്പിക്കേണ്ട സമയമല്ലല്ലോ സാറേ. ഒന്നും പറയാൻ ശ്രീതിലകൻ, സ്വാഭാവികമായിട്ടും ഒരു മരണമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ ആലങ്കാരികമായി. പക്ഷേ അങ്ങനെ അല്ലല്ലോ. അവിടെ നിൽക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ രാധ മരിച്ചു, നാളെ ഞാൻ മരിക്കാമെന്നുള്ള അവസ്ഥയിലാണ് ആ സമരം ചെയ്യാൻ നിൽക്കുന്ന അല്ലെങ്കിൽ രോഷാവുൽറ്റായി നിൽക്കുന്ന നാട്ടുകാർ ഓരോരുത്തരും. അവരെല്ലാവരും പകല് പണിക്ക് പോകുന്ന മനുഷ്യരാണ്. അവരുടെ നേരെയും ഈ പുലി ചാടി വീഴാം. ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഭീതി ഉണ്ടല്ലോ, ഞാനും മരിച്ചു പോകാമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭീതി, അത് അത്രത്തോളം വലുതാണ്. അവരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. അതെ സാർ പറഞ്ഞ കറക്റ്റ്. അതുപോലെ തണ്ടർ ബോട്ടുകാരും അതുപോലെ ആൾക്കാരൊക്കെ അവിടെ നടക്കുന്ന ആൾക്കാരുടെ ജീവൻ ഇതുപോലെയൊക്കെ ആവാം. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം വരണം. തണ്ടർ ബോട്ടിനും മറ്റവർക്കൊക്കെ അവരുടെ കയ്യിൽ ആയുധങ്ങളും സംവിധാനങ്ങളും കൂട്ടത്തോടെയൊക്കെ പോകുന്നത്. പക്ഷേ അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ ആദിവാസികളായ മനുഷ്യർ, കർഷകരായ മനുഷ്യർ, അവരൊക്കെ രാവിലെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അയലത്ത് 4 പേരെ കൂട്ടുവിളിച്ച് അല്ലെങ്കിൽ 4 ആയുധമൊക്കെ കൃഷിയിടത്തിറങ്ങൽ നടക്കുന്ന കാര്യമല്ലോ. അതെ, ഞാൻ പറഞ്ഞത് അവരൊരു മനുഷ്യന്റെ പരിഗണനയിൽ വെച്ചുകൊണ്ട് ഞാൻ അവരെ പറഞ്ഞെന്നുള്ളൂ. സാധാരണ ഈ പറഞ്ഞ പോലെ അപകടം ഉണ്ടാകാം, ഉറപ്പായിട്ടും ഉണ്ടാകാം സാറേ. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇനിയെങ്കിലും ഇതൊരു അവസാനമാക്കി കണ്ടുകൊണ്ട് ശാശ്വതമായ ഒരു നിയമ നടപടി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അല്ലാണ്ട് നമുക്ക് വേറെ എന്താ അങ്ങനെ നടപടി ഉണ്ടാവണം. ശരി, ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? വലിയ ഒരു ദുരന്തം നടന്ന നാടാണ് വയനാട്. അതെ, ആ ഒരു ഞെട്ടിൽ നമ്മുടെ മനസ്സൊന്നും ഇപ്പോഴും മോചിതമായിട്ടില്ല. ഇപ്പോഴും കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത്, മാനന്തവാടിയിൽ
ഇപ്പൊ ഒരു സാധു സ്ത്രീയെ ഒരു കടുവ കടിച്ചു കയറി കൊല ചെയ്യപ്പെട്ട് ഇരിക്കുകയാണ്. കാടേത് നാടേത് എന്നറിയാത്ത രൂപത്തിലുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അവിടെ തോട്ടമുണ്ട്, അത് കാപ്പിത്തോട്ടമുണ്ട്, തേയിലത്തോട്ടമുണ്ട്, കാടുണ്ട്. അവിടെ ഒന്നും ഒരു സുരക്ഷയും ഇല്ല എന്ന് നമ്മൾ ആ ചിത്രങ്ങളിലൂടെ, ആ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കാണുക. വേണ്ട വിധത്തിൽ ഗവൺമെന്റും അതേപോലെ അതിന്റെ വേണ്ടപ്പെട്ട വനപാലകരും ഒന്നും വേണ്ട വിധത്തിൽ ഇടപെടുന്നില്ല എന്നതല്ലേ നമ്മൾ അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അപ്പൊ അതിന്റെ ശക്തമായ നടപടികൾ ഇതിലേക്ക് വേണം. ഇത് കേവലം അവർക്കൊരു നഷ്ടപരിഹാരം കൊടുത്ത് തീർക്കേണ്ട പ്രശ്നമാണോ? അല്ലല്ലോ. അപ്പൊ അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അത് വനപാലകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടത്. അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇത് തീർച്ചയായിട്ടും ഒരു കടുവ ഒരു നാട്ടിലേക്ക് ഇറങ്ങി എന്നല്ല നാം മനസ്സിലാക്കേണ്ടത്. കടുവ വിഹാരരംഗം നടത്തുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു അപകടം നടന്നത്. ഈ നേരത്തെ എന്തുകൊണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞില്ല? അപ്പൊ ആ തിരിച്ചറിയാത്തതിന്റെ കാരണം എന്താ? എന്തുകൊണ്ട് ശ്രദ്ധ എത്തി? ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് മുൻകൂട്ടി തിരിച്ചറിയാൻ ഈ ആധുനിക കാലത്ത് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. ഒരു പ്രദേശമാണത്. ആ പ്രദേശത്തേക്കുള്ള ഒരു ജാഗ്രത എന്തുകൊണ്ട് ഉണ്ടായിരുന്നില്ല? ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു അടുത്ത സ്ഥലമാണ്. ഞങ്ങൾ ഒരുപാട് ബന്ധുക്കളും കുടുംബക്കാരെല്ലാം ഉള്ള ഒരു സ്ഥലമാണ് വയനാട്, മാനന്തവാടി, കൽപ്പറ്റ പോലെ ബത്തേരി പോലെ സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ ഇവിടെ കാടേത് നാടേതെന്ന് അറിയാത്ത വിധത്തിലുള്ള ഈ ഒരു രീതിയിലേക്ക് നിന്ന് മാറ്റി കാടിന് വലയം വെച്ചുകൊണ്ട് വനപാലകരെ അത് വേണ്ട വിധത്തിൽ അതിനുള്ള സംരക്ഷണം ഒരുക്കേണ്ടത് ആരാണ്? നാട്ടുകാരാണോ? അല്ലല്ലോ. അതിനല്ല ഉത്തരവാദപ്പെട്ട ഗവൺമെന്റും അതിനുള്ള സംവിധാനങ്ങളും ഉള്ളത്. ശരി, അത് തന്നെയാണ് വേണ്ടത്. ശ്രീ തൃശ്ശൂരിൽ നിന്നും ശ്രീ പ്രസന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രസന്നൻ, ഇങ്ങനെ ഏത് സമയത്തും നമ്മുടെ കൃഷി നശിപ്പിക്കപ്പെടാം, ഏത് സമയത്തും നമുക്ക് നേരെ ചാടി വീഴാം, അല്ലെങ്കിൽ നമ്മളെ ചവിട്ടി മെതിക്കാം. ആ ഒരവസ്ഥയിൽ ജീവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടമല്ലേ? സാർ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. ഈ പ്രശ്നം വളരെ സങ്കീർണമാണ്. അതായത് അപകടം പറ്റുന്ന ഒരു ജനതയുടെ ഒരു ദുഃഖം നമ്മുടെ മനസ്സിലുണ്ട്. എങ്കിൽ കൂടി വളരെ സങ്കീർണമായ ഒരു പ്രശ്നം തന്നെയാണ് ഇത്. നമ്മളുടെ നാട്ടില് ഈ വനാതിർത്തികള് വന്യമൃഗങ്ങൾ വരാതിരിക്കാൻ സംവിധാനം ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ മൃഗങ്ങൾക്ക് ഇപ്പൊ ബുദ്ധിയൊന്നുമില്ലല്ലോ. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇറങ്ങി വരാൻ പാടില്ല എന്നോ ഒന്നും നമുക്ക് പറയാനും പറ്റില്ല. അതായത് കാലാകാലങ്ങളിൽ നമ്മുടെ ഒരു സമ്പ്രദായം അനുസരിച്ച്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചെറുപ്പത്തില്, അതായത് 50 വർഷം മുന്നേ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ വടശ്ശേരിക്കര എന്ന് പറഞ്ഞൊരു സ്ഥലം വഴിയാണ് നമ്മൾ പോണത്. അവിടെ നിന്ന് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ 65 കിലോമീറ്ററാണ് പമ്പയ്ക്ക്. ഈ 65 കിലോമീറ്ററും വനമായിരുന്നു. ഇന്നിപ്പോ അത് വളരെയേറെ സ്ഥലങ്ങളിൽ ജനനിബിഡമായി, പഞ്ചായത്തുകൾ പോലും രൂപം കൊണ്ടു. അപ്പൊ ജനം ഈ ഇവിടുത്തെ ജനസംഖ്യ പെരുകുന്നതിനനുസരിച്ച് പല രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് വനങ്ങളുടെ അടുത്തോട്ട് കയറി ചെന്ന് നമ്മൾ എന്താ പറയുക, മൃഗങ്ങളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ മൃഗങ്ങളോട് വരരുതെന്ന് പറഞ്ഞിട്ട് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതൊരു വളരെ സങ്കീർണമായ പ്രശ്നമാണ്. ഇതുപോലുള്ള അപകടങ്ങൾ ഇപ്പൊ വന്യമൃഗങ്ങളും ജനങ്ങളും ഉള്ളിടത്തോളം കാലം നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഇതിപ്പോ ഒരു ഗവൺമെന്റിനെ കൊണ്ട് പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറ്റേണ്ടതാണ് ശ്രീ പ്രസന്നൻ. ഈ ലോകത്ത് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ വന്യമൃഗങ്ങൾ കാടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അന്നേരം തന്നെ അത് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അതിന് അലർട്ട് കൊടുക്കാനും അതിനെ നിന്ന് ആളുകളെ രക്ഷിക്കാനും അതിനെ തിരിച്ച് കാട്ടിലേക്ക് വിടാനും ഒക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലതൊന്നും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം കൂടിയാണ്. ശ്രീ ഏലിയാസ് ആണ് എറണാകുളത്ത് നിന്നും ചേരുന്നത്. ശ്രീ ഏലിയാസ്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഒരു സ്ത്രീയെയാണ് ഇന്ന് കടുവ കൊന്ന് തിന്നത്. അത്രത്തോളം ഭീതമാണ് ഈ അവസ്ഥയെന്ന് ആലോചിക്കണം. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് പറയാം. നമ്മൾ മുമ്പും പൊതുവേദിയിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. നിരന്തരം ഈ വാർത്തകൾ വരുന്നത് കൊണ്ടാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതെ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതേ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ സുഹൃത്ത് ഏറെക്കുറെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സിലെ ആശങ്കയാണ് പറഞ്ഞത്. നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഇത് തീർച്ചയായും വലിയ ഒരു പാക്കേജ് ആയിട്ട് നമ്മൾ എടുക്കണമെന്നാണ്. ഇപ്പോൾ വയനാട് ദുരന്തം വന്നപ്പോൾ വലിയ പാക്കേജ്, നമ്മൾ എത്ര നാൾ കൊണ്ടാണ് അവിടെ ഒരു ടൗൺഷിപ്പിന് ഉണ്ടായി വരേണ്ടത് എന്ന് പറയുന്നത് പോലെ നമ്മൾ പൂർണ്ണമായും മനുഷ്യൻ കാടിറങ്ങാൻ തയ്യാറാകണം. ഞാൻ എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഈ സമീപകാലത്താണ് ഈ ഡെയിലി നമ്മളെ വാർത്ത എന്ന് പറയുന്നത് ഈ ആന ഇറങ്ങുന്നതും പുലി ഇറങ്ങുന്നതും കാട്ടുപോത്ത് ഇറങ്ങുന്നതും അത്തരത്തിലുള്ള സംഭവങ്ങളാണ്. ഞങ്ങളുടെ ഒന്നും ചെറുപ്പകാലത്തിലോ അന്നൊന്നും മൃഗങ്ങളില്ലാത്തതുകൊണ്ടല്ല, അന്നൊക്കെ പൂർണ്ണമായും കാട് വന്യമൃഗങ്ങളുടെയും നാട് മനുഷ്യന്റെയുമായിരുന്നു. ഇന്ന് മനുഷ്യന്റെ സ്വാർത്ഥത, നമ്മളറിയാലോ, കേരളത്തിലെ വയലേലകൾ മുഴുവൻ നികന്നു. മനുഷ്യന്റെ സ്വാർത്ഥത,
ഈ മറ്റു സംസ്ഥാനക്കാർ അല്ലെങ്കിൽ നമ്മൾ അരി ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഉള്ളവർ കൂടി കൃഷി നമ്മളെപ്പോലെ കേരളീയരെ പോലെ അവർ ലാഭം നോക്കി കൃഷി നഷ്ടമാണെന്നും പറഞ്ഞ് വയൽ നേർത്തിയാൽ ഈ മാനവരാശി എന്ത് കഴിക്കും? എന്ന് പറയുന്നത് പോലെ ഈ കാട്ടിൽ നിന്നും പൂർണ്ണമായും മനുഷ്യൻ ഇറങ്ങാൻ തയ്യാറാകണം. അതിന് നമ്മൾ ഈ കടപ്പുറത്തിന്റെ വിഷയം വരുമ്പോൾ നമ്മൾ ഈ കടൽക്ഷോഭം വരുമ്പോൾ നമ്മൾ അവിടുത്തെ കടൽ തൊഴിലാളികളെ നമ്മൾ പുനരധിവസിപ്പിക്കും. അവർ നമ്മൾ വലിയ ഫ്ളാറ്റൊക്കെ കെട്ടിക്കൊടുക്കും. അവർ വീണ്ടും ഈ കടലോരത്തെ താമസിക്കും, കുടിൽ കെട്ടി വീണ്ടും ഇത് വരും. അതിന് അത് അങ്ങനെ എല്ലാവരും അങ്ങനെ ആണ് എന്ന് നമുക്കൊരു വിഭാഗത്തെ പൂർണ്ണമായി അങ്ങനെ പറയാൻ കഴിയില്ല. സ്വാഭാവികമായും കടലുമായിട്ടൊക്കെ ചേർന്ന് താമസിക്കാൻ മത്സ്യബന്ധന ഉപജീവനമായി എടുക്കുന്ന മനുഷ്യരൊക്കെ സ്വാഭാവികമായും അവരുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ്. അവർ ജനിച്ചു വളർന്ന ഒരു നാടിനോട് അത്തരത്തിലേക്കുള്ള വൈകാരിക ബന്ധമൊക്കെ കാണും. അതിനെ നമുക്ക് മറ്റു തരത്തിൽ കാണുന്നത് ശരിയല്ല. ശ്രീ അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? യഥാർത്ഥത്തിൽ സർക്കാരുകൾ വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ലേ ഇത്? സർക്കാരുകൾ വിചാരിച്ചാൽ അങ്ങനെ പരിപൂർണമായിട്ട് പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം വളരെ ആപേക്ഷികമാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ വൈൽഡ് ലൈഫിനെ പറ്റി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്കൊന്ന് കഴിഞ്ഞ 5 വർഷത്തിനകം വേണ്ട 480 500 മരണം ഉണ്ടായിട്ടുണ്ട് കേരളത്തില്. അതുപോലെ പല സംസ്ഥാനങ്ങളിലും സമാനമായ വൈൽഡ് ലൈഫ് അറ്റാക്ക് മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ലോകത്തെ തന്നെ കണക്കെടുത്താലും മറ്റു പല രാജ്യങ്ങളിലുണ്ടെങ്കിൽ തന്നെയും ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ റീസൺ പല റിപ്പോർട്ട്സുകളും പറയുന്നത് വനത്തിൽ കടന്നുള്ള മനുഷ്യൻ വനത്തിൽ കടന്ന് കൂടുതൽ ഫോറസ്റ്റൈസേഷൻ ആണ് ഇതിന്റെ ഒരു പ്രധാന ഘടകം. കേരളത്തിലെ വനത്തിന്റെ വിസ്തൃതിയിൽ അങ്ങനെ കാര്യമായ കുറവില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അത് ചെറിയ തോതിലെങ്കിലും കൂടുന്നൊക്കെ ഉണ്ട്. അല്ല, അത് കൂടുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ പല സ്റ്റഡീസും നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം അതൊരു പ്രധാന ഘടകം തന്നെയാണ്. പിന്നെ ഗവൺമെന്റ് ഇത് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു പക്ഷേ അവിടെയൊക്കെ നമ്മൾ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലൊക്കെ വലിയ ഫെൻസിംഗ് ഒക്കെ കിട്ടത്തില്ല. അതേ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അത് ശക്തമായിട്ട് ഇതൊക്കെ പാർലമെന്റിൽ ഉന്നയിക്കാൻ ഇവിടുത്തെ 20 MP കഴിയണം. കാരണം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈൽഡ് ലൈഫ് മരണം ഉണ്ടാകുന്നത് കേരളത്തിലാണ്. അപ്പൊ എന്തുകൊണ്ടിത് കേരളത്തിൽ ശക്തമായിട്ട് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുന്നില്ല? അതാണ് അങ്ങനെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സാംകുട്ടിയാണ് കടമ്പനാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സാംകുട്ടി, താങ്കൾ എങ്ങനെയാണ് ഈ ഭീതിയോടുകൂടി ചില മനുഷ്യർ ജീവിക്കേണ്ടി വരിക? അവർക്ക് അവരുടെ കൃഷി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, സ്വന്തം ജീവൻ പോലും ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകാം എന്ന അവസ്ഥ, വല്ലാത്തൊരവസ്ഥയല്ലേ? ശ്രീ സാംകുട്ടി പറഞ്ഞു. ഞാൻ പറയുന്നത് മനുഷ്യർക്ക് ജീവിക്കണം. അപ്പോഴേ ഞാൻ പറയുന്നത് ഈ കാടുകളിന് ചുറ്റും മതിൽ കെട്ടുക, നമ്മുടെ കാടിന് ചുറ്റും മതിൽ കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രത്തോളം പ്രായോഗികമായ ഒന്നാണ്? കടുവയ്ക്കും പുലിക്കുമൊക്കെ ഒരാളോ 2 ആളോ പൊക്കത്തിൽ മതിൽ കെട്ടിയാലുമൊക്കെ അതൊക്കെ മറികടക്കാനുള്ള ശേഷിയൊക്കെ പലതരത്തിൽ അത് മറികടക്കും. അതെ, ഞാൻ പറയുന്നത് നമ്മളെ കേരളിന് ഇടയ്ക്ക് ചുറ്റിലും മതിൽ കെട്ടുമെന്ന് പറഞ്ഞല്ലോ. ഇവിടുന്ന് നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളയില് പറഞ്ഞോളൂ. കേരളയിലെ ഇടയ്ക്ക് ഒരു ട്രെയിനില് കേരളയിൽ അത് വരുമ്പോഴത്തേക്കും 2 വർഷം മതിൽ കെട്ടുന്ന ഉണ്ടായിരുന്നല്ലോ. മതിലിന്റെ ഇടയ്ക്ക് കൂടെ അല്ലേ കേരളയിൽ പണിയുന്നത്. അത് ഇതുമായി നമുക്ക് അത്തരത്തിൽ ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒന്നല്ല. അതിന് അത്തരത്തിലേക്കുള്ള മതിലും ഒന്നും സംവിധാനവും അല്ലേ. കാടിന് ചുറ്റും മതിൽ കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നുള്ളതിന് മറ്റൊരു ചോദ്യമുണ്ട്. ഇനി അങ്ങനെ ചെയ്താൽ നല്ലത് എന്നുള്ളതിനപ്പുറത്തേക്ക് പറയാൻ കഴിയും. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നാണ്. ശ്രീ ശശിധരൻ, ഇങ്ങനെയൊക്കെ മനുഷ്യന് ജീവിക്കണം, മനുഷ്യന്റെ ജീവനും കൂടി വിലയില്ലേ? അവർ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: ഞങ്ങൾക്കും ജീവിക്കണ്ടേ, ഞങ്ങൾക്കും കൃഷിയെടുക്കണ്ടേ, ഞങ്ങൾക്കും പുറത്തിറങ്ങണ്ടേ? ആ ചോദ്യത്തിന്റെ കൂടി പ്രാധാന്യമില്ലേ? നമസ്കാരം കിരണേ. നമസ്കാരമുണ്ട്. കണ്ടിട്ട് കുറച്ച് ദിവസമായി. കുറച്ച് ദിവസം മനുവായിരുന്നു. അതിപ്പോ പറയുമ്പോൾ ഇത് നമ്മുടെ മനുഷ്യനുള്ള നിയമം മൃഗങ്ങൾക്കും കൂടെ കുറെയൊക്കെ പാലിക്കണം എന്നുള്ള അഭിപ്രായമാണ് എൻ്റെ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ അവന് വധശിക്ഷ വരെ കൊടുക്കാനുള്ള നിയമം ഇവിടെ ഉണ്ടല്ലോ. വന്യജീവികൾക്കോ അല്ലെങ്കിൽ നാട്ടുജീവികൾ അങ്ങനെ അവർക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഒരാളെ ബോധമുള്ള മനുഷ്യൻ കൊല്ലുന്നത് പോലെ വന്യജീവികൾ ആനയോ കടുവയോ ഒന്നും വന്നിട്ട് കൊല്ലുന്നതിനെ നമുക്ക് അങ്ങനെ മനുഷ്യനെ കൊല്ലുന്നതിനെങ്കിലും ബാക്കി ചെറിയ അക്രമങ്ങൾ കൃഷിനാശമൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിച്ചു കളയാം. ഒരു മനുഷ്യനെ കൊല്ലണം, അവൻ വീണ്ടും കൊലപാതകം നടത്തും, ഒരു പലരെയും കൊല്ലും. പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറെ കാര്യം പറഞ്ഞു, ഞങ്ങളിപ്പോ ഇവിടെ വന്യജീവി മേഖലയിലൊന്നും അല്ലെങ്കിൽ വേറൊരു ദുരന്തത്തിലാണ് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. പട്ടിയെ ചവിട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. 1 കിലോമീറ്റർ റോഡിൽ ചുരുങ്ങിയത്
ഒരു 1.5 ദിവസം പറ്റിയെങ്കിലും ഉണ്ട്. 1 കിലോമീറ്റർ പോയി വണ്ടിക്കാർക്ക് പോകാൻ പാടില്ല, സൈക്കിളുകാർക്ക് പോകാൻ പാടില്ല, കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകാൻ പാടില്ല. പക്ഷെ ഈ ഒരു മറ്റേ കല്ലെടുത്തെറിയാൻ പോലും ഇപ്പൊ ഭയമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ പേര് കേസ് വരും. അങ്ങനെ അവിടുത്തെ നിയമം. അപ്പം മനുഷ്യർ പട്ടിയുടെ വില പോലും ഇല്ലെന്നുള്ളതാണ് എന്റെയൊക്കെ അഭിപ്രായം. കാരണം അത്രയും അങ്ങോട്ട് പോയി മനുഷ്യന്റെ വില. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന് ചേരുന്നത്. ശ്രീ സന്തോഷ്, ഈ കാസർഗോഡ് താങ്കൾ നിൽക്കുന്ന പ്രദേശം എങ്ങനെയാണ്? വനത്തോട് ചേർന്ന പ്രദേശമാണോ അതോ സാധാരണ നാട്ടിൻപുറമാണോ? നമസ്കാരം സാറേ. നമസ്കാരം. കാസർഗോഡ് എവിടെയാണ് വീട്? നമ്മൾ വെള്ളരിക്കുണ്ട്. അപ്പൊ നമ്മൾ കർണാടക ഫോറസ്റ്റിന്റെ അതിർത്തിയായിട്ട് വരും നമ്മുടെ പ്രദേശം. ശരി, അവിടെയൊക്കെ എങ്ങനെയാണ്? മൃഗങ്ങൾ ഇറങ്ങാറുണ്ടോ? മൃഗങ്ങൾ കാട്ടുപന്നിയുടെ ശല്യമാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ഈ ടാപ്പിങ്ങിന് പോകുമ്പോൾ വല്ലാതെ ഭയന്നിട്ടാണ് ജനങ്ങൾ ഇവിടെ ടാപ്പിങ് ചെയ്യുന്നത്. രാവിലെ അത് വെളുപ്പാങ്കാലത്ത് എണീറ്റ് പോകണം അല്ലേ? അന്നേരം സ്വാഭാവികമായും ആ സമയത്തൊക്കെ മൃഗങ്ങൾ ഇരുന്നാലും കാണില്ലല്ലേ? വെളുപ്പാങ്കാലത്ത് പോകുന്ന അപ്പം വളരെ ഭയത്തോടെയാണ് ഇവിടെയുള്ള ജനങ്ങളെല്ലാം. ആനയും പുലിയൊന്നും ഇറങ്ങുന്ന അവസ്ഥ അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ആന അപൂർവമായിട്ടുണ്ട്. നമ്മുടെ ഈ കൊന്നത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആന ഇറങ്ങുന്നുണ്ട്, അല്ലാതെ നമ്മുടെ അടുത്തില്ല. ഇല്ല. ഈ പന്നി എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ പന്നിയിൽ നിന്ന് പന്നി വരുന്നതിനെ എങ്ങനെയാണ് രക്ഷപ്പെടാൻ ഉള്ള ശ്രമിക്കുന്നത്? പന്നി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പേടിച്ച് ലൈറ്റ് ഇട്ടാണ് ചെത്തുന്നത്. ഈ റബ്ബർ ചെത്തുന്നത് രാത്രി 4 മണിക്കൊക്കെ ഹെഡ് ലൈറ്റ് കെട്ടിയിട്ട് ആണ് ഇവിടെ ടാപ്പിംഗ് ചെയ്യുന്നത്. അപ്പോ നമ്മളിത് പന്നീനെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വളരെ പേടിച്ച് ഭയത്തോടെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോ ഇത് പറയാനുള്ളത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടെ യോജിച്ച് നിന്നുകൊണ്ട് ശക്തമായ ഒരു നടപടി ഇതിനെടുക്കണം. അല്ലെങ്കിൽ ഇനിയും ആള് ഇതേപോലെ മരിച്ച് നഷ്ടപ്പെട്ടു പോകും. ശരി, താങ്കളുടെ വെളുപ്പാങ്കാലത്തെ ഈ റബ്ബർ ടാപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ പോകുന്ന സമയത്ത് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുമെന്ന് ഭയന്ന് പോയേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും അങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക പ്രയാസം എത്രത്തോളം വലുതായിരിക്കുമെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും ഈ വിഷയത്തിൽ ഇനിയും ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടി. ട്രംപിന്റെ ഉത്തരവ് സിയാറ്റിലെ ഫെഡറൽ ജഡ്ജ് താൽക്കാലികമായി തടഞ്ഞു. 14 ദിവസത്തേക്കാണ് തുടർ നടപടികൾക്ക് സ്റ്റേ. ഇതിനെതിരെ അപ്പീൽ പോകുമെന്നാണ് ട്രംപിന്റെ പ്രതികരണം. To defend democracy in America and to defend what it means to be an American citizen. We are thrilled that the court saw the seriousness and the urgency of the complaint and request for a temporary restraining order brought by the state of Washington, Oregon, Arizona, and Illinois, and are thrilled that the judge issued a temporary restraining order directing the United States government to take no further action in enforcing and implementing the unconstitutional and un-American executive order attempting to eliminate birthright citizenship in America. This is step one, but to hear the judge from the bench say that in his 40 years as a judge, he has never seen something so blatantly unconstitutional. കാടിനോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യർ ആശങ്കയിലും ഭീതിയിലും ഒക്കെ കഴിയേണ്ട അവസ്ഥയാണ്. നിരന്തരം കാട്ടാന നാട്ടിലിറങ്ങി കൃഷി നശിപ്പിച്ചതും ആളുകളെ ചവിട്ടിക്കൊല്ലുന്നതും പുലി നാട്ടിലിറങ്ങി ആളുകളെ കടിച്ചു കൊല്ലുന്നതുമൊക്കെ വാർത്തകൾ വരുന്നു. അവരുടെ ജീവിതം എത്രത്തോളം ഭീതമാണ് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവരുടെ ജീവനും വിലയുണ്ട്. അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരുകൾക്കുമുണ്ട്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ തിരുവനന്തപുരത്ത് എവിടെയാണ്? സാർ പേയാടാണ് സാർ. പേയാടാണ്. അപ്പോൾ പേയാട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ എന്നാലും താങ്കൾക്ക് മനസ്സിലാകുമല്ലോ ഈ മനുഷ്യരുടെ അവസ്ഥ. പറയാം സാർ. ഏതായാലും എന്ന് വെച്ചാൽ സാറിന് അറിയാവുന്നതുള്ള പോലെ തന്നെയാണ് ഇതിനൊരു പരിഹാരമുണ്ട് സാർ. ആ പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരിട്ട് കണ്ടതുമാണ് സാർ. അതായത് നമ്മുടെ അഗസ്ത്യകൂടത്തിലേക്ക് പോകുമ്പോൾ അതിരുമല എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബേസ് ക്യാമ്പ് ഉണ്ട്. അതായത് നമ്മുടെ സീസൺ സമയത്ത് 200ഓളം പേര് തങ്ങുന്ന ഒരു ബേസ് ക്യാമ്പാണ്. അതിന് 4 ചുറ്റും എന്താണെന്ന് വെച്ചാൽ കിടങ്ങ് നിർമ്മിച്ചേക്കാണ് സാർ. ഇന്ന് വരെ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ആനയോ മറ്റു മൃഗങ്ങളോ കടന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ വനത്തിനും നാട്ടിനും ഇടയ്ക്കുള്ള ഭാഗത്ത് ഒരു വർഷത്തിൽ 1 കിലോമീറ്റർ എന്നുള്ള രീതിയെങ്കിലും 3 അടി വീതിയിലും അതനുസരിച്ചിട്ടുള്ള 3 മീറ്റർ വീതിയിലും അതനുസരിച്ചുള്ള താഴ്ചയിലും അതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എങ്കിൽ തന്നെ ഈ കിടങ്ങ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ന് വെച്ചാൽ ഈ മൃഗങ്ങൾ എന്ന് വെച്ചാൽ നാട്ടിലേക്ക് കയറി പുലിക്കോ കടുവയ്ക്കോ അതൊക്കെ ഒരു തടസ്സമാണോ? എന്തോ സാറേ? ആന വരില്ലായിരിക്കും അതുകൊണ്ട്, പക്ഷേ പുലിക്കോ കടുവയ്ക്കോ അതൊരു തടസ്സമാണോ? സാറേ കടക്കൂല സാറേ, ഇന്നുവരെ കടന്നിട്ടില്ല സാറേ. അവിടെ ഇതെല്ലാം ഉള്ളതാണ്. അതെ.
ഇല്ല സാർ, കണക്കില്ല. ഓക്കെ സാർ. ഓക്കെ, ശരി. ഓക്കെ, താങ്കൾ അദ്ദേഹം പ്രാക്ടിക്കലായി കണ്ട ഒരു നിർദ്ദേശം കൂടിയാണ് വെക്കുന്നത്. ഈ കിടങ്ങ് നിർമ്മിക്കുക, പല സ്ഥലങ്ങളിലും അത്ര ആവശ്യങ്ങൾ ഉയരാറുണ്ട്. മൃഗങ്ങൾക്ക് ഒരു തരത്തിലും കടക്കാൻ കഴിയാത്തത്ര വലുപ്പത്തിൽ കിടങ്ങ് നിർമ്മിക്കണം. ആ കിടങ്ങ് എല്ലാ വർഷവും വൃത്തിയാക്കുകയും ഒക്കെ വേണം. അല്ലെങ്കിൽ സ്വാഭാവികമായും കിടങ്ങൊക്കെ ഇടിഞ്ഞും അവിടെ മരങ്ങളൊക്കെ വീണും അതിലൂടെ മൃഗങ്ങൾ കടന്നു വരാനും ഒക്കെ സാധ്യതയുണ്ട്. ശ്രീ ക്രിസ്റ്റഫറാണ്, ആലുവയിൽ നിന്നാണ്. ശ്രീ ക്രിസ്റ്റഫർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഞാൻ ഈ വിഷയത്തെ കാണുന്നത്, സംഗതി ഇത് ഗുരുതരം തന്നെയാണ്. കാരണം വെച്ചാൽ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ആണ് നമുക്ക് പുലിയിനേക്കാളും ആനേക്കാളും പന്നീനേക്കാളൊക്കെ വില നൽകേണ്ടത്. ഒരു സത്യം ആണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാനത് പറയുന്നത് തെറ്റാണെങ്കിൽ സാറ് ക്ഷമിക്കണം, എന്നെ കേൾക്കുന്ന ജനങ്ങൾ ക്ഷമിക്കണം. ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും. കാരണം ഈ ആനയുടെയും പുലിയുടെയും പന്നികളുടെയും ഒക്കെ പൂർവികര് നടന്ന് സ്വീകരിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇത് നമ്മൾ മനുഷ്യര് കയ്യേറി അവിടെ കുടിയേറിയതാണ്. അപ്പൊ അതുങ്ങൾക്ക് പോകാൻ സ്ഥലമില്ലാണ്ടായി. അങ്ങനെയാണ് ഇത് കൂടുതൽ വന്നേക്കണത്. കാരണം ജനങ്ങളാണ് അങ്ങോട്ട് കയറിയേക്കണത്. ഇനിയിപ്പൊ കയറിയേക്കണല്ല, ഇനിയും ഇതിന്റെ അകത്തേക്ക് കയറും. ഇതുങ്ങൾ കൂടുതലുള്ള സ്ഥലത്തേക്ക് കയറും. അതും ഒരു സത്യം തന്നെയാണ്. തങ്ങൾ ജീവന്റെ വിലയില്ലാന്നല്ല ഞാൻ പറയണത്. ഇത് അവര് ജീവിച്ചിരുന്ന സ്ഥലം ആണ് ഇത്. അതിനകത്തേക്കാണ് ഈ മനുഷ്യര് കയറി ചെന്നേക്കണത്. അപ്പൊ അവര് ഉപദ്രവിക്കണം. അതാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഷാജിയാണ് കൊല്ലത്തു നിന്നും ചേരുന്നത്. ശ്രീ ഷാജി, ഈ മനുഷ്യർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കേണ്ടി വരുന്നവരുടെ ഒരു അവസ്ഥ, അവരുടെ ഒരു ഭീതി, അത് തിരിച്ചറിയാൻ ഈ സർക്കാരുകൾ തയ്യാറാവേണ്ടേ? ഇപ്പോഴും ഇങ്ങനെ ആളുകളുടെ മരണം ഉണ്ടാകുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് പരിഹരിക്കാവുന്ന ഒന്നാണോ ഇത്? ഹലോ, ഒരിക്കലും അല്ല. ഇത് വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഈ വനത്തിനോട് ചേർന്നുള്ള ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. ഇതിന് സംയുക്തമായൊരു നീക്കം ഗവൺമെന്റ് തലത്തിൽ, 2 ഗവൺമെന്റ് തലത്തിലും അതുപോലെ തന്നെ നമ്മളിവിടുത്തെ MP-മാരെല്ലാം കൂടെ കൂട്ടായി യോജിച്ചുകൊണ്ട് ഉള്ളൊരു നീക്കങ്ങൾ നടത്താതെ ഇത് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും തോന്നില്ല. നമുക്ക് ആക്രമകാരികളായിട്ടുള്ള തെരുവുനായ്ക്കളെ പോലും എറിയാൻ ഭയപ്പെട്ടേക്കുന്ന, നിയമത്തെ പിടിച്ച് എറിയാൻ അല്ലെങ്കിൽ തല്ലിക്കൊല്ലാനായിട്ട് ഭയപ്പെട്ടേക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥയിലൂടെ നമുക്ക് സാധാരണ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് പരസ്പരം പഴിചാരാതെ വളരെ പരിമിതമായ നിയമങ്ങളും അതുപോലെ തന്നെ വനപാലകരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ പരിമിതമായിട്ടുള്ള ആയുധങ്ങളും ഒക്കെയാണ് അവർക്ക് നിയമപരമായിട്ട് നൽകിയിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നേരിടാൻ തക്ക രീതിയിലുള്ള നിയമ സംവിധാനങ്ങളിൽ ഭേദഗതി വരുത്തണം. ശാശ്വതമായ പരിഹാരം ഉണ്ടാകത്തക്ക രീതിയിലുള്ള കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, MP-മാര്, MLA-മാര് എല്ലാവരും കൂടെ കൂട്ടായി ചേർന്നുകൊണ്ടുള്ളൊരു ശ്രമത്തിലൂടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മോഹൻദാസ് കൂടി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്നാണ്. ശ്രീ മോഹൻദാസ്, താങ്കൾ ഈ കാടിനോട് ചേർന്ന് താമസിക്കുന്ന ആളാണോ? അതെ, ഞാൻ വടശ്ശേരിക്കര സ്ഥലത്താ. വടശ്ശേരിക്കര, അപ്പോൾ പൂർണ്ണമായും നന്നായി കാടുള്ള സ്ഥലത്ത് തന്നെയാണ്. ശബരിമല അടുത്ത്. അതെ, അറിയാം, എനിക്കറിയാം. വടശ്ശേരിക്കരയൊക്കെ കാട് നന്നായുള്ള സ്ഥലമാണല്ലോ. എന്താ, അത് തന്നെ മൃഗങ്ങൾ ശല്യമുള്ള സ്ഥലമാണ്. ഞാൻ കോട്ടയത്ത് ഇപ്പൊ താമസിക്കുന്നത്. ഈ വന്യജീവി സംരക്ഷണമായാണ് ഞാനിപ്പോ അങ്ങോട്ടൊന്നും പോകുന്നില്ല. കൃഷിയൊക്കെ ലക്ഷക്കണക്കിന് കൃഷിയെല്ലാം പോയി. താങ്കൾ ജനിച്ചു വളർന്നത് വടശ്ശേരിക്കരയായിരുന്നു? അത് തന്നെ. അവിടെ നിന്ന് എന്താണ് താങ്കൾ തിരിച്ചു പോകുന്നത്? ഈ മൃഗങ്ങളുടെ ആക്രമണം കൊണ്ടാണോ? മൃഗങ്ങളുടെ ആക്രമണം, കൃഷിയൊന്നും ഇട്ടിട്ടൊന്നും കിട്ടുന്നില്ല. എന്താണ് ആനയുടെ കടുവ, ആനയും കടുവയും? ഓക്കെ, എന്തോ അവിടെ മറ്റ് താങ്കളുടെ ബന്ധുക്കളും ഒക്കെ അവിടെ താമസിക്കുന്നുണ്ടോ ഇപ്പോഴും? ഇപ്പൊ ഉണ്ട്. നമ്മുടെ കുറെ ആദിവാസികളുണ്ട്, ഒരു 14 വീട്ടുകാരുണ്ട് അവിടെ. ഉണ്ട്. അപ്പൊ എന്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ട്. സ്വാഭാവികമായും ഈ മുൻകാലങ്ങളുള്ളതിനേക്കാൾ കൂടുതൽ മൃഗങ്ങൾ ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ടോ? അങ്ങനെയാണോ? ഈ ശബരിമല സീസൺ കഴിഞ്ഞോടെ ഇറങ്ങും. ഇപ്പൊ ഉടനെ ശബരിമല സീസൺ ആകുമ്പോൾ അകത്തോട്ട് വരും, പക്ഷെ അത് കഴിഞ്ഞാൽ ഇറങ്ങൂല്ലേ? അത് തന്നെ ഇറങ്ങും. പിന്നെ നമുക്ക് പറയാനുള്ളതേ, പറഞ്ഞോളൂ. ഇതിനെന്താണ് ഒരു പരിഹാരം? താങ്കൾക്ക് ഈ അവിടെ തന്നെ അവിടെ ജീവിച്ചു വളർന്ന ഒരാൾ എന്ന നിലയ്ക്ക് പ്രായോഗികമായ കാര്യങ്ങൾ പറയാൻ കഴിയുമല്ലോ. എന്താണ് ഒരു പരിഹാരം കാണാൻ കഴിയുന്നത്? പരിഹാരം പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ വനത്തിന്റെ ഇറമ്പി താമസിക്കുന്ന ആൾക്കാർ ഏത് സമയത്തും നമ്മൾ ഭീകരമായിട്ട് അന്തി ഉറങ്ങാൻ പറ്റിയല്ല, പേടിച്ച് ഉറങ്ങാൻ പറ്റില്ല. ഏത് സമയത്ത് നമുക്ക് അക്രമം അന്യജീവി മൃഗത്തിന്റെ വരണമെന്ന് പറയാൻ പറ്റിയല്ല, മഴയാണേലും വെയിലാണേലും. അപ്പൊ നമുക്ക് അതിന്റെ എടുക്കുന്ന പറഞ്ഞാൽ വനത്തിൽ ഇറമ്പിലില്ല, കംപ്ലീറ്റ് കാടും ഒരു 10-50 അടി നീളത്തിൽ വീതിയിലും കാട് തെളിച്ചെടുക്കുക എന്നാണ്. കാട് തെളിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് മൃഗം വന്നാലും അറിയാം. മൃഗം വന്നാലും അറിയാം. 50 അടി വീതിയിലൊക്കെ കാട് തെളിച്ചിട്ടത് കൊണ്ട് മാത്രം മൃഗം വന്നാൽ പിന്നെ നമ്മൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും നിന്നുകൊണ്ട് നമുക്ക് ഇതിനുള്ള ഈ എർത്ത് കമ്പികൾ കെട്ടാവല്ലോ. ഈ വന്യജീവി പെട്ടെന്ന് വന്ന് ഓടി വന്നു കഴിഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് ആക്രമിച്ചു പോകാതിരിക്കാൻ വേണ്ടി അതിനെ കൊല്ലാനില്ല. കാരണം ആദിവാസി എന്ന് പറഞ്ഞാൽ വന്യജീവി ആയിട്ട് സംരക്ഷിച്ച് നടക്കുന്നവരാ. ഒരിക്കലും നമ്മൾ കൊല്ലാൻ പറയുകയല്ല.
അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ളത് മാത്രമല്ല ഒരു പരിഹാരം, അതിനെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ. പരിഹാരം പറഞ്ഞാൽ കേരളത്തില് നമ്മൾ ഈ മറ്റുള്ള സ്ഥലത്തൊക്കെ വനങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് കണ്ട ഒരു വന്യജീവി ആക്രമണമൊന്നും വലുതായിട്ട് നമ്മൾ ന്യൂസ് പറയുന്നില്ല. പക്ഷെ കേരളത്തിൽ നമ്മൾ ഇത്രയും ഈ വന്യജീവി ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ ആദിവാസികളെ കൂടി വനത്തിലൊക്കെ പണ്ടൊക്കെ ആദിവാസികളൊക്കെ കയറി നടന്നുകൊണ്ടിരുന്നു. അപ്പം ഈ വന്യജീവിയായിട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം പെരുകി. അതിപ്പോ വനനിയമം വന്നാൽ പിന്നെ അങ്ങോട്ടൊന്നും കയറുന്ന പോലും ഇല്ല. അതിപ്പോ താങ്കൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുന്നത്? ഇപ്പൊ നമ്മളിപ്പോ വയനാട്ടിലിപ്പോ കണ്ടില്ല, ഒരു അന്നത്തെ ആഹാരം വേണ്ടി പണിയാൻ പോയതാ. ആ ആഹാരം പുള്ളിക്കാരി മരിച്ചുപോയി. അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ അവർക്ക് ഒരു ജോലി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. മറ്റുള്ള മനുഷ്യനും കൂടെ താമസിക്കാൻ വേണ്ടി അതിന് ചുറ്റിനും ഞാൻ പറഞ്ഞ ഇറുത്ത് കമ്പികള് പിടിച്ച് പെട്ടെന്ന് അന്യജീവികള് വരാതിരിക്കാൻ വേണ്ടി ഒരു നടപടി സ്വീകരിക്കുക എന്നാണ്. പിന്നെ വനത്തിലൊരു കുടിവെള്ളത്തിന്റെ പദ്ധതി ഉണ്ടാക്കണം, ആഹാരത്തിനുള്ള പദ്ധതി ഉണ്ടാക്കണം. എന്നെങ്കിലൊക്കെ വന്യജീവികൾ വെള്ളം തേടിയും ആഹാരം തേടിയും ഒക്കെയാണ് നാട്ടിലേക്ക് വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അതുങ്ങളും വിശപ്പുള്ള മനുഷ്യനല്ലേ, നമ്മളെ വർത്താനം പറയുന്നില്ലെന്നല്ല ഉള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ കാട്ടിനുള്ളിൽ ഉറപ്പാക്കിയാൽ ഈ നാട്ടിലേക്ക് വരുന്നത് കുറയും അല്ലേ? പിന്നെ കേന്ദ്ര സർക്കാർ 1000 കോടിക്കണക്കിന് രൂപ വനത്തിൽ വന്യജീവി സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ കിട്ടിയതല്ലേ. നമ്മളിവിടെ ഒരു 10 ലക്ഷം രൂപ കൊടുത്ത് അവരുടെ ഒരു കുടുംബത്തിന് ജോലി കൊടുത്തിട്ടല്ലല്ലോ കാര്യം. ആ കുടുംബത്തിന് ജോലി കൊടുക്കുന്ന നാളെ വന്യജീവി വന്ന് കൊല്ലാൻ സാധിച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് തന്നെ അവർ താമസിക്കുന്നത്. ഞാനൊരു ആദിവാസി നിലയിൽ വെച്ചാൽ ഞാൻ പറയുന്നത്. മനസ്സിലായി. താങ്കൾക്ക് ഈ ജീവിതവുമായി അത്രത്തോളം ബന്ധമുള്ള ആളാണ്. മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല, താങ്കൾ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട്. നമ്മളൊരു രാഷ്ട്രീയമൊന്നും അല്ല, മനസ്സിലായി, 100% മനസ്സിലായി. താങ്കളുടെ ജീവിതാനുഭവമാണ് താങ്കൾ പറയുന്നത്. അതെ, കാരണം നമ്മൾ ആദിവാസികളെ കൂടെ ഇച്ചിരി വനവുമായിട്ട് സംരക്ഷിക്കുകയാണെങ്കിൽ അവർ ഈ വനവുമായിട്ട് മൃഗങ്ങളുമായിട്ട് ഒരു ടച്ച് ഉണ്ടെന്ന് പഴയ കാലത്ത് എനിക്കറിയാം. എനിക്ക് 59 വയസ്സായി. എന്റെയൊക്കെ അച്ഛനും അമ്മയൊക്കെ വനത്തിലൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നവരാ. താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഈ വന്യജീവികളുടെ മുന്നിൽ പെടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും, എത്ര വട്ടം നമ്മളൊക്കെ പേടിച്ച് ഭയന്നു പോയി. ഞാനൊക്കെ എനിക്ക് പിള്ളേരൊക്കെ ഉള്ള കാരണം അവർക്ക് പേടി അവിടെ നിന്ന് താമസിക്കുക. അത് കാരണം ഞങ്ങൾ ഈ കോട്ടയത്തിൽ മാറിയതാ താമസിക്കാൻ. ശരി, എന്തായാലും അത് വളരെ അവർക്ക് പഠിക്കാനൊന്നും സൗകര്യം ഇല്ലായിരുന്നു. ശരി, ഇപ്പം പഠിക്കാനൊക്കെ വേണ്ടി ഇങ്ങോട്ട് മാറിയതാ. എന്തായാലും താങ്കളുടെ അഭിപ്രായത്തെ ഞങ്ങൾ പ്രത്യേകമായി തന്നെ മാനിക്കുന്നു. ഇത് പ്രത്യേകമായിട്ട് സംരക്ഷിച്ച നമ്മുടെ ആദിവാസികളെ തന്നെയല്ല, ഈ വനയറമ്പിൽ കിടക്കുന്ന ആദിവാസികൾ മറ്റുള്ളവർക്കും സീസണ് വരാതെ നമ്മൾ കൃത്യമായിട്ട് സർക്കാർ ഇത് നീക്കണം. ശരി, താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവന് സംരക്ഷണം ഉറപ്പാക്കാൻ, അവരുടെ കൃഷിക്ക് സംരക്ഷണം ഉറപ്പാക്കാനുള്ള ബാധ്യത സർക്കാരുകൾക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത് മൃഗങ്ങൾക്ക് ഉള്ളിൽ വെള്ളം കിട്ടാതെ വരുമ്പോൾ, അവർക്ക് ഭക്ഷണം കിട്ടാതെ വരുമ്പോഴാണ് പ്രധാനമായും നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്ന്. നാട്ടിൽ വടശ്ശേരിക്കരയിൽ കാട്ടിൽ തന്നെ അച്ഛനും അമ്മയും ഒക്കെ കാട്ടിലൊക്കെ നിരന്തരം പോയിക്കൊണ്ടിരുന്ന, കാടുമായി ചേർന്ന് ജീവിച്ച ഒരു മനുഷ്യൻ തന്നെയാണ് ഇങ്ങനൊരു അഭിപ്രായം പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമ്മുടെ പദ്ധതികൾ പലതും ഈ കാടിനെ ശരിക്കും അറിയുന്ന ആളുകളല്ല, അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട ആളുകളുടെ അഭിപ്രായം തേടാതെയാണ് പലപ്പോഴും പല പദ്ധതികളും നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പ്രായോഗികമായി പല പ്രശ്നങ്ങളും ഉണ്ടാവാറുമുണ്ട്. ശ്രീ അരുൺകുമാറാണ്, നെടുമങ്ങാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അരുൺകുമാർ, താങ്കൾ നെടുമങ്ങാട് എങ്ങനെയാണ്? ഈ കാടിനോട് ചേർന്നുള്ള പ്രദേശം എവിടെയെങ്കിലും ആണോ, അതോ ടൗണിലാണ്? പന്നിശല്യം കാരണം നിവർത്തിയില്ല. ടൗണിലും പന്നിശല്യമാണ്. അതായത് നമുക്ക് ഞാൻ നേരത്തെ KSRTC വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ ഞാൻ 4 മണിക്കാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. അപ്പോൾ 3-4 ദിവസം പന്നിയുടെ മുണ്ടിൽ ചെന്ന് ചാടേണ്ട ഒരു അവസ്ഥ വന്നു. ഒരു രക്ഷയില്ല. 2 വീലറിലൊക്കെ പോവാണെങ്കിൽ പന്നിയെ ചെന്ന് തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ കൂടി അപകടത്തിലാവും. അയ്യോ, അത് നമുക്കൊന്നും ചെയ്യാൻ ട്രാക്ക് ചെയ്യാൻ പോലും പറ്റില്ല. തിരിച്ചു വന്നാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇതുപോലെ വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു. അവരൊക്കെ നിസ്സാരവൽക്കരിക്കുകയായിരുന്നു ചെയ്തത്. മന്ത്രിതലത്തിലായിരുന്നാലും ഒരു നമുക്ക് ഒരു അവർ സംസാരിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് നഷ്ടവും ഭീതിയൊന്നും വേണ്ട കാര്യമില്ല. നമുക്കല്ലേ പ്രശ്നം? ഒന്നുമില്ല സാറേ, ഒന്നുമില്ല. നമുക്ക് ഒരു ജീവൻ നമുക്ക് എന്തായാലും ഇപ്പം തന്നെ പൊരിഞ്ഞ ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ അത് വിലപ്പെട്ടതാണ്. പക്ഷെ അതേപോലെ അവർ ഒരു വൈകാരികമായി ഒരു പദ്ധതി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു വെടിവെക്കാൻ ആളെ വിടാം എന്നല്ലാതെ പറയുന്നതല്ലാതെ നമ്മുടെ ഇപ്പൊ ആകെ 5 സെന്റ് സ്ഥലമാണ്. പന്നിയൊക്കെ വെടിവെക്കാനുള്ള നിയമം എല്ലാം പോയി. പന്നി അപ്പം കടുവയൊന്നുമില്ല, പന്നിയൊക്കെ എന്താണ് ഇത്? നമ്മൾ പെട്ടെന്ന് ഇതിന് ചാടയുന്നതിന്റെ മുന്നിൽ 4 മണി 3 മണി. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും. അതുപോലെ വേറെ മന്ത്രി എന്ന് പറയുന്നത് ഇത് കാടുമായിട്ട് നല്ല ഇത് അനുയോജ്യമായ ഒരു മന്ത്രി, അറിയുന്നുള്ള ഒരു മന്ത്രിയും ഇതുപോലെ ചെയ്യണം.
ശരി, ഓക്കെ. എന്തായാലും ശ്രീ ജയകുമാർ നമ്മുടെ യൂട്യൂബിൽ വന്ന് നമസ്കാരം പറഞ്ഞിരിക്കുന്നു. ഗോളാന്തര വാർത്ത എന്ന് പറഞ്ഞ് ആരുടെയോ മറ്റ് പേരെന്തോ ആണ്, വ്യാജ പേരാണ്. പക്ഷേ അദ്ദേഹം സ്ഥിരമായി വന്ന അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഒരു ഹായ് ഒക്കെ എല്ലാവർക്കും നൽകിയിരിക്കുന്നു. ശ്രീ ഷാജി കെ എം, ഹായ് കിരൺ സാർ, ഗുഡ് ഈവനിങ് എന്ന് പറയുന്നത്. ഗുഡ് ഈവനിങ് ശ്രീ ഷാജി കെ എം. ഗോളാന്തര വാർത്ത വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മദൻ പറയുന്നു വനംവകുപ്പിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല. അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ശ്രീ മദൻ ചൂണ്ടിക്കാണിക്കുന്നത്. വനംവകുപ്പിലെ ജീവനക്കാരുടെ ക്ഷാമം പലപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇടപെടലുകൾ നടത്താൻ, പെട്ടെന്ന് തന്നെ അവിടെ എത്തിച്ചേരാനൊക്കെ അവർക്ക് തടസ്സമാകുന്നുണ്ട്. മറ്റ് പ്രദീപ് കുമാർ ഗോളാന്തര വാർത്തയ്ക്ക് ഒരു ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇതിനിടയിൽ ആളുകൾ പരസ്പരം സംസാരിക്കുന്നതും കൂടിയുണ്ട്. ഈ യൂട്യൂബിൻ്റെ താഴെ വന്നിട്ട് ശ്രീ മദനാണ് ശ്രീ ജോജു ആണ് തൃശ്ശൂരിൽ നിന്നും, ക്ഷമിക്കണം ശ്രീ മദനാണ് നെടുമങ്ങാട് നിന്നും. ശ്രീ മദനൻ, താങ്കൾക്ക് പറയാം. സാർ, എനിക്ക് കാട്ടുപന്നിയെ കുറിച്ചാണ് പറയാനുള്ളത്. കാട്ടുപന്നി. ശരി, പറഞ്ഞോളൂ. ഇവിടെ നോക്കിയാലും കാട്ടുപന്നിയേ ഉള്ളൂ. കാര്യം പണ്ട് വരെ 10-20 വർഷത്തേക്ക് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ പിടിച്ചു കൊല്ലുമായിരുന്നു, കൊന്ന് തിന്നുമായിരുന്നു. ഈ താങ്കൾ എവിടെയാണ്, ടൗണിലാണോ താമസിക്കുന്നത് അതോ കുറെ കൂടെ ഉള്ളിലോ? അയ്യോ, ഞാൻ നെടുമങ്ങാട് ഒരു ചെറിയ ഏരിയയിലാണ്. പക്ഷെ എല്ലായിടത്തും പന്നിയാണ്. അവിടെ എല്ലാം പന്നിയുണ്ട്. താങ്കളുടെ ചെറുപ്പത്തിലൊക്കെ എങ്ങനെയായിരുന്നു ഈ പന്നി നാട്ടിലിറങ്ങുന്ന അവസ്ഥ ഉണ്ടായിരുന്നു? പണ്ടൊന്നും ഇല്ല. എനിക്കൊരു 60 വയസ്സിനകത്തുണ്ട്. അപ്പോഴൊക്കെ പന്നി ആൾക്കാരെല്ലാം പിടിച്ച് കഴിക്കുമായിരുന്നു. അതല്ല ശ്രീ മദനൻ, താങ്കളുടെ ചെറുപ്പത്തിലൊക്കെ 10-40-50 വർഷം മുമ്പ് ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു നാട്ടിലെ ഈ പന്നി ഇറങ്ങുന്ന അവസ്ഥ ഉണ്ടായിരുന്നു? ഇല്ല. ഇപ്പൊ എത്ര വർഷമായി കാണും ഇങ്ങനെ പന്നി ശല്യം തുടങ്ങിയിട്ട്? അയ്യോ, ഇപ്പൊ ഒരു 15-20 വർഷത്തിനകത്ത് എവിടെ നോക്കിയാലും പന്നിയേ ഉള്ളൂ. എന്താവും ഇങ്ങനെ പന്നി നാട്ടിലേക്ക് ഇറങ്ങാനുള്ള കാരണം? കാര്യം ഒരു പന്നി ഒരു പ്രസവത്തിൽ തന്നെ 10-20 കുട്ടികളെ. അതെ, സൂകരപ്രസവം എന്നാണല്ലോ പറയുന്നത് തന്നെ. അങ്ങനെ ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ പെരുവി എങ്ങനെ മനുഷ്യന് ജീവിക്കാൻ പറ്റൂല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഇതിന് പരിഹാരം കാണാതെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. കൃഷി നശിപ്പിക്കുക മാത്രമല്ല, ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ KSRTC ജീവനക്കാരനാണ് പറഞ്ഞത്, അദ്ദേഹത്തിന് വെളുപ്പിനെ 4 മണിക്ക് ട്രിപ്പ് തുടങ്ങും. അപ്പോൾ അതിനു മുമ്പ് ബസ് സ്റ്റാൻഡിൽ എത്തേണ്ടതുണ്ട്. പക്ഷേ പോകുന്ന സമയത്ത് പന്നി കണ്ടു കഴിഞ്ഞാൽ അത് ഇടിച്ച് വാഹനം താഴെ ഇടുമോ, ജീവൻ അപകടത്തിലാകുമോ എന്നുള്ള ഭയത്തിൽ പോകേണ്ടി വരുന്ന അവസ്ഥ. ശ്രീ ജോജു ആണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജോജു, താങ്കൾ തൃശ്ശൂരിൽ എവിടെയാണ്? തൃശ്ശൂര് വടക്കാഞ്ചേരി. ശരി, ഓക്കെ. എന്നാലും താങ്കൾ വടക്കാഞ്ചേരിയിലാണ് താമസിക്കുന്നതെങ്കിലും ഈ കാടിന്റെ അതിർത്തിയോടൊക്കെ ചേർന്ന് താമസിക്കുന്ന മനുഷ്യരുടെ പ്രയാസങ്ങളെ കുറിച്ചൊക്കെ താങ്കൾക്ക് പറയുമായിരിക്കും. താങ്കൾക്ക് പറയാം. അതെ, കട്ടിലപ്പൂ എന്ന് പറഞ്ഞ ഭാഗത്താണ് എന്റെ ഭാര്യ വീട്. ഇപ്പൊ നാട്ടിലേക്കൊക്കെ ആന ഇറങ്ങി തുടങ്ങി. അപ്പൊ അത് പേടിച്ചിട്ട് ഇപ്പൊ 7 മണി കഴിഞ്ഞാൽ ഈ ജനങ്ങളെല്ലാം വീട്ടില് കയറിയിരിക്കുകയാണ്. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ്. ശരി. പിന്നെ PV അൻവർ MLA കുറച്ചു നാൾ മുന്നേ പറഞ്ഞായിരുന്നു ഈ ബഫർ സോൺ, കേന്ദ്ര ഗവൺമെന്റ് ബഫർ സോൺ എന്ന് പറഞ്ഞിട്ട് ഈ കാടിന്റെ ഇവിടുന്ന് 1 കിലോമീറ്റർ പരിധിയില് വിട്ടു പോകണമെന്ന് പറഞ്ഞായിരുന്നു. ഒരു നിയമം വന്നിട്ടുണ്ടാവുന്നില്ലേ? അതെ, ബഫർ സോൺ ആക്കിയിട്ട്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട് ഇത് ആസൂത്രിതമായി ചെയ്യണമെന്നറിയില്ല. കാരണം മനുഷ്യന്റെ ജീവന് ആത്യന്തികമായിട്ട് അതാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സെബാസ്റ്റ്യൻ ചിറമൽ പറയുന്നു ഇന്നലെ മനു സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞു ജോസഫ് തൃശ്ശൂരിനെ. അങ്ങനെ സംസാരിക്കാൻ ആരെയും അനുവദിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല, സംസാരിക്കാൻ അനുവദിക്കും. ചിലപ്പോൾ ആ വിഷയത്തിൽ ഇടപെടേണ്ട വിഷയമാകുമ്പോഴായിരിക്കും ഇടപെടൽ നടത്തുന്നത്. ശ്രീ പ്രദീപ് കുമാർ പറയുന്നു കിരൺ, ഇത് ഞാനാണ് താങ്കളുടെ ശത്രു എന്നാണ് പറയുന്നത്. വെറുതെ പറഞ്ഞത്, എനിക്ക് ശത്രുക്കളൊന്നുമില്ല എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തു നിന്നുള്ള പ്രദീപ് കുമാറാണ് എന്ന് കരുതുന്നു. അദ്ദേഹം ഒരു ദിവസം പിണങ്ങിപ്പോയതാണ്. പക്ഷേ അങ്ങനെ പിണങ്ങിപ്പോകരുത്, വീണ്ടും വിളിക്കണമെന്നാണ് താങ്കളാണെങ്കിൽ പറയാനുള്ളത്. ഒരു എഴുത്തിൻ്റെ രീതിയെ കണ്ടിട്ട് അത് അദ്ദേഹം തന്നെയാണ് എന്ന് തോന്നുന്നു. സെബാസ്റ്റ്യൻ ചിരമൽ പറയുന്നു കടുവ ആരോഗ്യമില്ലാത്തതോ മുറിവേറ്റതോ മാത്രമേ മനുഷ്യനെ ആക്രമിക്കൂ എന്ന് പറയുന്നു. സാധാരണഗതിയിൽ ആരോഗ്യമുള്ള കടുവകൾ നാട്ടിലേക്ക് ഇറങ്ങാറില്ല. അത് കാട്ടിൽ തന്നെ ജീവികളെയൊക്കെ വേട്ടയാടി പിടിച്ച് ജീവിക്കും. കടുവയുടെ വേട്ടയാടി പിടിക്കാനുള്ള ശേഷിയൊക്കെ കുറയുമ്പോഴാണ് സാധാരണഗതിയിൽ ഇങ്ങനെ വേഗത്തിൽ മൃഗങ്ങളെ പിടിക്കാം. അത് നാട്ടിലൊക്കെ ആകുമ്പോൾ ആടിനെയും പട്ടിയെയൊക്കെ പിടിക്കാൻ കുറേ കൂടി വേഗത്തിലാണ്. കാട്ടിൽ മൃഗങ്ങളെ പിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ അധ്വാനം വേണ്ടി വരുന്ന ഒന്നാണ് കടുവയ്ക്ക്. അതിനുള്ള ആരോഗ്യം നശിക്കുമ്പോഴാണ്, അതും പല ശ്രമത്തിനൊടുവിൽ കടുവയ്ക്ക് ഒരു ദിവസം ഭക്ഷണത്തിലുള്ള ഒരു മൃഗത്തെ പിടിക്കാനൊക്കെ പലപ്പോഴും കഴിയുന്നത് 4-5
പ്രാവശ്യമൊക്കെ മൃഗങ്ങളെ ഇട്ട് ഓടിച്ച് ഒക്കെ പിടിച്ചിട്ടാണ് കടുവ വരുന്നത്. അങ്ങനെ ആരോഗ്യം കുറയുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങും. അതും ഒരു ശാസ്ത്രീയമായ ശരിയായ ഒന്നാണ് ഈ സെബാസ്റ്റ്യൻ ചിറമേൽ പറയുന്നത്. അദ്ദേഹം മറ്റ് പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മളാണ് ക്രൂരന്മാരും കയ്യേറ്റക്കാരും എന്നൊക്കെ പറയുന്നു. അതൊക്കെ അതും ഒരർത്ഥത്തിൽ ശരിയാണ്. വലിയ തോതിൽ കയ്യേറ്റക്കാരും ഒക്കെ മനുഷ്യരൊക്കെയാണ്. പക്ഷേ അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവന് കൂടി വിലയുണ്ട്. അതുകൂടി നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും കാട് സംരക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ കാടും സംരക്ഷിക്കണം, അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ജീവനും സംരക്ഷിക്കണം. അല്ലാതെ ഒന്നിന് മാത്രം പ്രാധാന്യം വരരുത് എന്നതും ഒരു പ്രധാനപ്പെട്ടതാണ്. അവ രക്ഷപ്പെടാൻ മാത്രമേ ആക്രമിക്കൂ സെബാസ്റ്റ്യൻ ചിറമേൽ പറയുന്നു. അങ്ങനെയുള്ള ഇതൊക്കെ ആയിരിക്കും മൃഗങ്ങൾ സ്വാഭാവികമായും രക്ഷപ്പെടാനാണ്. അല്ലാതെ ഒരാളോട് പക വെച്ച് വന്ന് എന്നാൽ ആക്രമിച്ചേക്കാം എന്ന് പറഞ്ഞു വന്ന് ആരെയും മൃഗങ്ങൾ ആക്രമിക്കാറില്ല. അത് രക്ഷപ്പെടാനാണ്. പക്ഷേ അത് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നാട്ടിലിറങ്ങുന്ന നമ്മളും അറിയുന്നില്ലല്ലോ ഇത് മൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങി നിൽപ്പുണ്ടെന്നുള്ളത്. മലപ്പുറത്തുനിന്നും ശ്രീ റംലത്താണ് വിളിക്കുന്നത്. ശ്രീമതി റംലത്ത്, താങ്കൾ മലപ്പുറത്ത് എവിടെയാണ്? ഈ കാടിനോട് ചേർന്ന പ്രദേശമാണോ അതോ അല്ലാത്ത പ്രദേശമാണോ? അതെ സാറേ, കൂരാട് അറിയുന്ന സ്ഥലത്താണ്. കാടിനോട് ചേർന്ന പ്രദേശമല്ലേ അത്? കാടിനോട് ചേർന്ന സ്ഥലമാണ്. ഓക്കെ, അവിടെ എങ്ങനെയാണ് ഈ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങാറുണ്ടോ? അവിടെ പന്നി കുരങ്ങും. വീട്ടിൽ എന്തേലും സാധനം വെച്ചാൽ അത് കിട്ടാൻ മാർഗമില്ല. പന്നിയും കുരങ്ങും പറയുമ്പോൾ ഈ കടുവയും ആനയെ പോലെ ഭീതിതൊന്നും അല്ലെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിലെ കൃഷിയെല്ലാം നശിപ്പിക്കും. വീട്ടിൽ പാചകം ചെയ്തവരെ നശിക്കല്ല, ഓടിട്ട പെരയാണെങ്കിൽ വീട്ടിലത്തെ സാധനം മുഴുവൻ എടുത്തു കൊണ്ടുപോകുകയാണ്. ഓടിളക്കി കയറും, അകത്ത് കയറും. ഓടിളക്കി അകത്ത് കയറിയ അവിടെ എന്തൊക്കെ സാധനം ഉണ്ട് അത് മുഴുവൻ നശിപ്പിക്കുകയാണ്. വനപാലകരോട് പറഞ്ഞിട്ട് അവരൊരു പരിഹാരം ഒന്നും ഉണ്ടാക്കുന്നില്ലേ? എവിടെ ഒരു പരിഹാരം പോലെ ആരും ഉണ്ടാക്കണില്ല. അവരെന്താണ് പറയുന്നത്? അവര് പറയുന്നത് അവരെന്താ പറയാ, കുരങ്ങല്ലേ ആട്ടിക്കളി. കുരങ്ങല്ലേ ആട്ടിക്കോളി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് സർവ്വസമയം കുരങ്ങനെ ആട്ടാൻ വേണ്ടി വടിയുമായി ഇവിടെ നിൽക്കാൻ പറ്റുമോ? അങ്ങനെ നിൽക്കലെന്നെ സാറേ. ഞങ്ങൾ അയൽവാസികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോ പറയും, എന്നാൽ തന്നെ ഞങ്ങളെ വീട് അരിപ്പൊടി ഗോതമ്പ് പൊടി എല്ലാം എടുത്തിട്ട് അവനെ നശിപ്പിക്കും. നിങ്ങൾ നാട്ടുകാർ സംഘടിതമായി തന്നെ ഇതിനെ ചെറുക്കണം. വനംവകുപ്പിനെതിരെയൊക്കെ ഉള്ള അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്കെതിരെ പ്രതിഷേധം ഉയർത്തണം. പ്രതിഷേധം ഉയർത്തി തന്നെ അവരെ കേൾക്കില്ല സാറേ. ഇപ്പൊ കണ്ടില്ല, ഓരോരുത്തരെ കൊന്നിട്ട് ഇപ്പൊ 5 ലക്ഷം തന്നെ കൊടുക്കുക. 5 ലക്ഷം 10 ലക്ഷം കൊടുത്തിട്ട് എന്താ സാറേ ഒരു കാര്യമില്ല. 5 ലക്ഷം 10 ലക്ഷം തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം എന്നതിനപ്പുറത്തേക്ക് ഒരാളുടെ ജീവൻ പോയി കഴിഞ്ഞാൽ അത് അവരുടെ കുഞ്ഞുങ്ങളുടെ ജീവിതമൊക്കെ ഇനി എന്താവും? അവരുടെ ഇനിയൊരു മരണം ഉണ്ടാവില്ല. ഇടയ്ക്കെന്നേലും എന്തേലും ഒരു പരിഹാരം ഉണ്ടാക്കണം. ഒന്നാമത് എനിക്ക് തോന്നുന്നു ഈ വനം സംരക്ഷണ മന്ത്രിനെ തന്നെ പറ്റൂല എന്നാ. ശരി, കാടിനെ പറ്റി അറിയുന്ന ഒരാളെ ആക്കണം എന്നുള്ള എന്റെ അഭിപ്രായം. ശരി, അതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കാടിനെപ്പെട്ട് നന്നായി അറിയുന്ന ആളുകളൊക്കെ പറയണം. നേരത്തെ ഒരു വടശ്ശേരിക്കരയിൽ ആദിവാസി മേഖലയിൽ താമസിക്കുന്ന മോഹൻദാസ് പറഞ്ഞതുപോലെയൊക്കെയുള്ള അഭിപ്രായം, എങ്ങനെയാണ് മൃഗങ്ങളെ സംരക്ഷിക്കേണ്ടത്, മൃഗങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അല്ലാതെ എല്ലാ കാര്യത്തിലും നമുക്ക് അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് പല അഭിപ്രായങ്ങൾ കാണും. അതൊന്നും ആ അഭിപ്രായങ്ങളൊന്നും എപ്പോഴും പ്രായോഗികം ആകണമെന്നില്ല. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം. കുറച്ച് ദിവസമായിരുന്നു, മനു ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ കുറച്ചു ദിവസം കാണാനായിട്ട് വരുമ്പോ ഒരു പ്രത്യേക ഗ്ലാമറൊക്കെ മാറുന്നുണ്ട് സന്തോഷം രണ്ടുപേരും. ഇതിപ്പോ നമ്മളെ ഇതിനെ കുറിച്ച് പറയണമെങ്കിൽ നമ്മളെ വന ഉദ്യോഗസ്ഥന്മാര് തന്നെയാണ് ഇതിന്റെ കാരണക്കാര്. കാര്യം അവർ ഈ കൂട്ടിനകത്തൊക്കെ ഇതിനെ പിടിക്കാൻ വേണ്ടിയൊക്കെ നല്ല ഒന്നാന്തരം മട്ടൻ, നല്ല ഒന്നാന്തരം നാടൻ ആടിനെ മറ്റുള്ള ഇതിലേക്കാണ് ഇതിനകത്ത് ഇടുന്നത്. ഇത് തിന്നിട്ട് ഈ ഇതിനെ പിടിച്ചുകൊണ്ടൊന്ന് കാട്ടിക്കൊണ്ട് വിടുമ്പോ ഇത് മറ്റുള്ള മൃഗങ്ങളെടുത്ത് കടുവരെടുത്ത് പറഞ്ഞു കൊടുക്കും, ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം സാധനം തെറ്റിത്തോന്ന് പറയും. അതാണ് ബാക്കിയുള്ളതും കൂടെ കാര്യം വേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇന്നിപ്പോ ഇതിനോട് മറ്റു മൃഗങ്ങളോട് പറയുന്നതാണ് താങ്കൾ പറയുന്നത്. പോയി കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം നാടൻ മട്ടൻ കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ബാക്കിയുള്ളവരും ഇതിനൊരു അറുതി വരില്ല. ഈ പുല്ലുകളെ കൊന്നളയാൻ പറഞ്ഞാൽ അത് കേൾക്കുകയില്ല. അത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഉടനെ തന്നെ സർക്കാർ മറ്റേ PP കിറ്റ് പോലുള്ള ഇരുമ്പില സാധനത്തിന് ഓർഡർ കൊടുക്കും. പൈസ നോക്കൂല. അതിപ്പോ എത്ര രൂപയായാലും അവർ കൊടുക്കും. 500 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ അവരിപ്പോ ഒരു 10,000, 7,000 രൂപയ്ക്ക് കണക്കാക്കി ഒരു ആദിവാസി മേഖലകളിലുള്ള ഈ വനത്തോട് കൂടി ചേർന്ന് താമസിക്കുന്ന ആളുകൾ സറ്ററിക്കലായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് എന്ന് കരുതുന്നു. എന്തായാലും കടുവ പോയി പറഞ്ഞു കൊടുക്കും, ഇവിടെ മട്ടൻ കിട്ടുമെന്നൊക്കെ ഉള്ള മട്ടിൽ. എന്തായാലും താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീ സുരേന്ദ്രനാണ് പത്തനംതിട്ട നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ എവിടെയാണ്? പത്തനംതിട്ടയിൽ ടൗണിലാണോ അതോ പത്തനംതിട്ടയുടെ ജില്ലയിൽ കാടുമായി ചേർന്ന ഏതെങ്കിലും പ്രദേശമാണോ? ശ്രീ ഡേവിഡ് വിജയാണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾ എവിടെ? പള്ളുരുത്തിയിൽ നിന്ന് തന്നെയാണോ വിളിക്കുന്നത് അതോ ജാംനഗറിലാണോ? ഉണ്ട്. ശരി, ഓക്കെ, താങ്കൾക്ക് പറയാം. ഇത് ഈ പ്രശ്നം കേരളത്തിൽ മാത്രമൊന്നുമല്ല, ഗുജറാത്തിലും ഉണ്ട്. ഗീർ വനങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് സിംഹം ഇറങ്ങി വന്നിട്ട് സിംഹം മനുഷ്യരെ കൊല്ലുന്നില്ല. അവിടെ കേരളത്തെ സംബന്ധിച്ച് അറിയാലോ, ഡയറി ഫാമിംഗ് അമുലൊക്കെ ഉള്ള സ്ഥലമാണ് ഗുജറാത്ത്. ഗീർ സോമനാഥ് അവിടെ ക്ഷീരകർഷകർക്ക് നഷ്ടം വരുത്തുന്നുണ്ട്.
അവിടെ നിന്ന് പറഞ്ഞ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് നമുക്ക് ഗുജറാത്തിനെ പുഷ്ടിക്കാനും പരിഹസിക്കാനും നമുക്ക് അറിയാവുള്ളൂ നമ്മുടെ സംസ്ഥാനക്കാർക്ക്. ഇതുമായി എന്തായാലും വരുമ്പോൾ എന്താ അവിടെ നടക്കുന്നതെന്ന് പഠിക്കാനുള്ള ഒരു ഇതില്ല. അവിടെ ഒരു കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു വലിയ കോടീശ്വരൻ കാടിനകത്ത് വെള്ളം വറ്റിപ്പോകാത്ത രീതിയിൽ ഇത് വെച്ചിരിക്കുക ഉൾക്കാടുകളിൽ ഒരു ടാസ്ക് ഫോഴ്സിനെ വെച്ചിട്ട്. അതായത് ഈ ആനയൊക്കെ ഇവിടുന്ന് വെള്ളം കിട്ടാതെയാണ് വേനൽക്കാലത്ത് പുറത്തോട്ട് ഇറങ്ങി വന്ന് നമ്മളുടെ കുറുവാദ്വീപിലൊരു വാർത്തയൊക്കെ ഒന്ന് കളഞ്ഞുണ്ടോ. അതുപോലെ ഇപ്പം ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കടുവകൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കണമെങ്കിൽ അത് മാനുകളോ അങ്ങനെയുള്ളതിനൊക്കെ ഫീഡ് ചെയ്ത് അവിടെ കൊടുക്കണം. ഇപ്പൊ നേരത്തെ ഒരു സഹോദരി നിലമ്പൂരിൽ നിന്ന് പറയുകയുണ്ടായി, ഞാൻ കേട്ടത് ഒരു വനം മന്ത്രി എന്ന് പറഞ്ഞ വനത്തെ കുറിച്ച് അറിയുന്ന ആളാണെന്ന്. ആ പ്രദേശത്തെ കുറിച്ച് അറിവില്ലാത്ത ഒരാളാണ് അവിടുത്തെ MP. ഇന്ന് അനുശോചിച്ചു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രദേശത്തെ കുറിച്ച് അറിയുന്ന ആള് ശ്രീ ഡേവിഡ് വിജയ് MP ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് പ്രദേശത്തെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് MP ഏതെങ്കിലും സവിശേഷമായ കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ അറിയാവുന്ന ആളുകളില്ലേ മറ്റ് MP-മാരും മറ്റ് നേതാക്കളും ഒക്കെ ഇല്ലേ? കേന്ദ്ര സർക്കാർ അതനുസരിച്ച് നിയമം മാറ്റണ്ടേ? അവിടുത്തെ പ്രശ്നങ്ങൾ അറിയാവുന്നവരെന്നാണ്. അതിന് വേറൊരാൾ മറുപടി ചോദിച്ചു കേട്ടോ, ഇടുക്കിയിൽ നിന്ന് ഇതൊക്കെ അറിയുന്ന മലയാളം പറയുന്ന MP അല്ലേ ഉള്ളത്, എന്നിട്ട് അവിടെ ഉണ്ടാകുന്നില്ല. ഇതിപ്പോ MP-യുടെ കുറ്റമാണോ ഇവിടെ വരുന്നത്? അങ്ങനെ ഇത് കേന്ദ്ര സർക്കാർ നിയമം മാറ്റുകയല്ലേ വേണ്ടത്? ഇല്ല, നമ്മുടെ നാട്ടുകാരാണ് ഹാരിസ് ബീരാൻ എന്ന് പറഞ്ഞ ഒരാൾ പാർലമെന്റിൽ പ്രശ്നം പറഞ്ഞു ഇതിനു വേണ്ടി ഫണ്ട് അനുവദിക്കണം. അവിടെ ചുരുക്കം പറഞ്ഞാൽ ഇപ്പൊ ടീച്ചർമാർ ഒരു എന്താണ് ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളി പറഞ്ഞു 18 വർഷമായി പെൻഷൻ കിട്ടിയിട്ടുണ്ട്. ശരി, ഓക്കെ. എന്തായാലും താങ്കള് പറഞ്ഞു വരുമ്പോൾ എല്ലാ തവണയും ഇത്തരം അഭിപ്രായങ്ങളിലേക്കൊക്കെ എത്താറുണ്ട്. അത് താങ്കളുടെ ഇത്. എന്തായാലും ഗോളാന്തര വാർത്ത പറയുന്നു, ഗോളാന്തരം എൻ്റെ യഥാർത്ഥ യൂട്യൂബ് ചാനലാണ്, കള്ളപ്പേരല്ല എന്ന് പറയുന്നു. അദ്ദേഹം ഒരു വിഷമിക്കുന്ന സിമ്പിളൊക്കെ ഇട്ടിരിക്കുന്നത്. താങ്കളുടെ യഥാർത്ഥ പേര് അല്ല, യൂട്യൂബിൻ്റെ പേരായിരിക്കും അങ്ങനെ. എന്തായാലും ഞാൻ സാധാരണ ഇതിലിങ്ങനെ ഒരുപാട് പേർ വ്യാജ പേരുകളിലൊക്കെ വരാറുണ്ട്. എന്തായാലും താങ്കളുടെ യഥാർത്ഥ പേര് കൂടി എന്തായാലും വിട്ടേരെ. ശ്രീ അരുൺരാജ് KV, 17 വർഷം മുമ്പ് ഞാൻ പോയപ്പോൾ കൊടുങ്കാടാണ്, അവിടേക്ക് പ്രവേശനമില്ല എന്ന് നാട്ടുകാർ പറഞ്ഞാലും ഇപ്പോൾ നിറയെ വീടുകളും തോട്ടങ്ങളുമാണ് എന്നൊക്കെ പറയുന്നു. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ ഫുൾ കോമഡിയാണ് എന്ന് പറയുന്നു. ഓരോ ആളുകളും ഓരോരുടേതായ രീതിയിലാണ് സംസാരം നടത്തുന്നത്. ചിലർ തമാശ പറയും, ചിലർ വളരെ സീരിയസ് ആയ കാര്യം പറയും, ചിലർ സറ്ററിക്കലായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയും, ചിലർ അവരുടെ രാഷ്ട്രീയ താല്പര്യം വെച്ചൊക്കെ പറയും. ശ്രീമതി മിനിയാണ് മാവേലിക്കരയിൽ നിന്നും ചേരുന്നത്. ശ്രീമതി മിനി, മാവേലിക്കരയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു കാടിനെ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നുമില്ല, കാടുമായി ചേർന്ന ഒരു പ്രദേശമൊന്നുമല്ല. പക്ഷേ ഈ കാടുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശത്തുള്ള മനുഷ്യരും അവിടെ നിന്നൊരു 10-40 കിലോമീറ്ററൊക്കെ കിഴക്കോട്ട് പോയാൽ കാടാണ്. 40 കിലോമീറ്റർ ഒന്നും പോകണ്ട, അതിന് കുറച്ച് പോയാലും കാടൊക്കെ വരും. അപ്പോൾ ആ മനുഷ്യരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ നമ്മൾ കൂടി കാണണ്ടേ? ഹലോ, ശ്രീമതി മിനി പറഞ്ഞോളൂ. സാറ്, ഇതിപ്പം ഈ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പൊ വന്യമൃഗങ്ങളുടെ ഉപദ്രവം ഒരുപാടുണ്ടല്ലോ സാറേ. അപ്പൊ ഈ വനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. കാരണം വനമേഖലകൾ കയ്യേറി റിസോർട്ടും കാര്യങ്ങളും ഒക്കെ ആക്കുമ്പോൾ ഇവർക്ക് ജീവിക്കാൻ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴാണല്ലോ ഇതുങ്ങൾ നാടിറങ്ങുന്നത്. അങ്ങനെ നമ്മളെ പോലുള്ള വിലപ്പെട്ട ജീവനുകളാണ് അവിടെ നഷ്ടമാകുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇതിന് വേണ്ടുന്ന പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ സാറേ. ശരി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് അത്തരം ചില കാരണങ്ങൾ കൂടിയുണ്ട്. അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് ശല്യം വരുമ്പോൾ ഇറങ്ങുന്ന അവസ്ഥയും ഒക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും പരിഗണിക്കേണ്ടത് തന്നെയാണ്. ശ്രീ സതീഷാണ് ചെങ്ങന്നൂരിൽ നിന്ന്. ശ്രീ സതീഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ മാമച്ചനാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ മാമച്ചൻ, താങ്കൾ എങ്ങനെയാണ് ഈ ഭീതിയോടുകൂടി കഴിയുന്ന ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ എന്ത് ചെയ്യാമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഗുഡ് ഈവനിങ് സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് ഇത്ര നേരം സംസാരിച്ചിട്ടൊക്കെ പറഞ്ഞു ആ റിസോർട്ടും കാര്യമൊക്കെ കയ്യേറി അങ്ങനെ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ മൃഗങ്ങൾക്ക്. പക്ഷെ അവർക്കൊരു ഈ ഭക്ഷണവും കാര്യവും ഒക്കെ ആവശ്യമുണ്ടല്ലോ സാറേ. അതെ, ഇപ്പോഴത്തെ കാലാവസ്ഥ മാറിയപ്പോഴത്തേക്ക് അവർക്ക് ഭക്ഷണമില്ലാതായി, വെള്ളമില്ലാതായി. എനിക്ക് 69 വയസ്സുണ്ട്. ഒരു 10-40 വയസ്സ് വരെ ഒന്നും ഞാനിങ്ങനെയുള്ള സംഭവമൊന്നും കേട്ടിട്ടില്ല. അന്ന് ഇഷ്ടം പോലെ പുലിക്കും ഈ കടുവയ്ക്കും ഒക്കെ തിന്നാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടായി അവിടെ. ആനയ്ക്ക് ഇല്ലിത്തോട്ടങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോറസ്റ്റിലുണ്ടായി. ഇതെല്ലാം നമ്മൾ തന്നെ ചൂഷണം ചെയ്ത് ഇപ്പൊ അവർക്ക് വിശപ്പ് കൊണ്ട് രക്ഷയില്ല.
മനുഷ്യനായാലും മൃഗത്തിനായാലും. ശരി, എന്തായാലും അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സമാനമായ അഭിപ്രായം ശ്രീ അരുൺ രാജ് KV യൂട്യൂബിൽ എഴുതുന്നു. പ്രകൃതിക്ക് നിയമമുണ്ടെന്ന് പറയുന്നത് ഏതാണ്ട് ശരിവെക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ. മനുഷ്യൻ കയ്യേറിയ സ്ഥലങ്ങളിൽ മൃഗങ്ങൾ തിരിച്ചുപിടിക്കുന്നു, വന്യജീവി ഭീതിയിൽ കയ്യേറിയ സ്ഥലം ഒഴിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുന്നു. എന്തായാലും ഗോളാന്തര വാർത്തയുടെ യഥാർത്ഥ പേര് റാഫി എന്നാണ്, റാഫി കൊയിലാണ്ടി എന്നാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നത്. എന്തായാലും റാഫി കൊയിലാണ്ടി, ഇടയ്ക്ക് താങ്കൾ നമ്മുടെ പൊതുവേദിയിലേക്ക് ഈ യൂട്യൂബിൽ നിരന്തരം അഭിപ്രായം പറയുന്നതിനൊപ്പം വിളിച്ചും താങ്കളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം എന്നതുകൂടി അറിയിക്കുന്നു. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് സമാനമായ പ്രതികരണമാണ് ഭൂരിഭാഗം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ജനങ്ങളുടെ ജീവന് പ്രധാനപ്പെട്ടതാണ്, ഒപ്പം തന്നെ കാട് സംരക്ഷിക്കുകയും വേണം. ഇത് രണ്ടും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വികസന പദ്ധതിയാണ്, അല്ലെങ്കിൽ അത് സംരക്ഷിക്കാനുള്ള പദ്ധതികളാണ് ആവശ്യം. എന്തായാലും മനുഷ്യൻ്റെ ജീവന് പ്രധാനപ്പെട്ടതാണ്, അത് സംരക്ഷിക്കാൻ സർക്കാരുകൾക്ക് ബാധ്യതയുണ്ട് എന്നത് ഒരിക്കൽ കൂടി പൊതുവേദി ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ പൊതുവേദി പൂർണ്ണമാകുന്നു. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.